അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച മനസ്സമ്മതം നടത്തിയിട്ട് ഞായറാഴ്ച കെട്ട് നടത്താം. അതെങ്ങനെയാ 3 തവണ പള്ളിയിൽ വിളിച്ചു അല്ലണ്ടായോ? അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും എന്നാ അമ്മച്ചി പറയുന്നേ? വർക്കിച്ചന് നിയമം വല്ലതും ബാധകമാണോ? എന്നാ പിന്നെ സമയം കളാതെ ഇതങ്ങ് വാങ്ങിയാട്ടെ. എന്നാ അളിയെ കാണിക്കുന്നേ? കാർന്നൂരിക്കുമ്പോഴാണോ അളിയൻ അഡ്വാൻസ് വാങ്ങിക്കുന്നേ? അത് നേരാ. ചോണിച്ചാ ഇതങ്ങ് വാങ്ങിച്ചേ. ഇതിനാ ഗുരുത്വം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കെട്ട് നമ്മുടെ പള്ളി വെച്ചു. അല്ല വർക്കിച്ച, കെട്ട് ചെറുക്കന്റെ വീട്ടുകാരല്ലയോ നടത്തേണ്ടത്? അതല്ലേ നാട്ടു നടപ്പ്. എന്തോന്ന് നാട്ടു നടപ്പം വെച്ച്? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർ അവരവരുടെ സൗകര്യം പോലെ കാര്യങ്ങൾ ചെയ്യുന്നത്. വർക്കിച്ചന്റെ മൂത്ത മോള് കിട്ട് നമ്മൾ തന്നെയല്ലോ നടത്തിയത്. എന്നാലും ഈ നാട്ടുകാർ എന്തൊക്കെയാ പറയാന്ന് നമുക്ക് നാട്ടുകാരുടെ ചെലവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാത്രമല്ല, പല നാട്ടുകാർ നമ്മുടെ ചെലവിലാണ് ജീവിക്കുന്നത്. അതേ വർക്കിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് കരുതി വിവാഹ ദൂരത്തിനോ നമ്മളില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങായിരിക്കും. ഒരു ഹോളോ ഹോട്ടലോ ഒന്നും എടുക്കുന്നില്ല. ഞങ്ങൾ വളരെ ചുരുക്കം ആളുകളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ വർക്കിച്ചനും അതുപോലെ ചുരുക്കി വിളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു. അതെങ്ങനെയാ റോയ്? വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കണ്ടേ? മൂത്ത മോളുടെ മനസ്സമ്മതത്തിന് നമ്മൾ പ്രമാണിമാര് ചെയ്യുന്നത് കണ്ടിട്ടാണ് സാധാരണക്കാരും ചെയ്യുന്നത്. ഈ പ്രദേശത്ത് തന്നെ എത്ര വീടുകളാണെന്നറിയോ ഒരു വിവാഹം കഴിഞ്ഞപ്പോ കുത്തുവാലെടുത്ത്. അപ്പൊ വർക്കിച്ചനാണെങ്കിൽ അത്യാവശ്യം ആളുകൾ വിളിച്ചോളൂ. പക്ഷെ ചടങ്ങ് നമ്മളെ വളരെ ലളിതമായിട്ടേ നടത്തുള്ളൂ. ഇതിൽ നിന്ന് ലാഭിക്കുന്ന മുഴുവൻ തുകയും ഞങ്ങളുടെ അപ്പച്ചന്റെ പേരിൽ ചാരിറ്റി കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മള് പ്രമാണിമാരാണല്ലോ മറ്റുള്ളവർക്ക് മാതൃക. ഈ പറഞ്ഞാലും കാര്യമുണ്ട്. ഏതായാലും കല്യാണം നമ്മൾ പൊടി പിടിക്കുന്നുണ്ടല്ലോ. മനസ്സമ്മതം ഇങ്ങനെ പോട്ടെ. ആയിക്കോട്ടെ. എന്നാ പിന്നെ അങ്ങനെ അതാ അതിന്റെ ഒരു ശരി. ഞാൻ പറഞ്ഞില്ലല്ലോ ഈ അവർക്ക് സമ്മതിക്കുന്നത്. ലിൻഡയുടെ ഫോൺ നമ്പർ ഇതിലുണ്ട്. രോഹൻ എന്തേലും സംസാരിക്കാൻ കാണുമല്ലോ. അതിന്റെ കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മളും കുറച്ച് ഓർത്തഡോക്സ് ആണ്. പിന്നെ മനസ്സമ്മതത്തിന് മുമ്പ് ഫോൺ വിളി കൊടുക്കുന്ന പല കേസും കല്യാണത്തിന് മുമ്പേ ഡിവോഴ്സ് ആവും. ഇനിയിപ്പോ അധികം ദിവസമില്ലല്ലോ. കല്യാണത്തിന് ശേഷം എത്ര വേണമെങ്കിൽ സംസാരിച്ചുകൂടെ? പാസേ പറഞ്ഞതാ അതിന്റെ ശരി. അപ്പച്ചാ, ബിൽഡറുമായിട്ടുള്ള മീറ്റിംഗ് ഇന്നല്ലേ? ഞാനതങ്ങ് മറന്നു. റോയ്, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഊണ് കഴിച്ചിട്ട് പോവാം. അതൊക്കെ നമ്മള് ബന്ധുക്കളായതിനു ശേഷം മതിയെന്നേ. അതല്ല അതിന്റെ ഒരു രീതി. എന്നാ പിന്നെ ഞങ്ങളെ കൊണ്ടിറങ്ങാം. ആയിക്കോട്ടെ. ഒന്നും അറിയത്തില്ല കേട്ടോ. ഒരുപാട് ലാളിച്ചു വളർത്തിയതാണ്. മോക്കൊരു കുട്ടിയല്ലേ? ഒരാള് മതിയല്ലോ. നല്ല വികൃതിയാ. ഒരടുത്തടങ്ങിയിരിക്കും. ചെറുപ്പത്തിൽ എന്നാ വികൃതിയായിരുന്നു. പ്രേമണ്ടേ, ഒട്ടും മോശമല്ലായിരുന്നു. പോകുന്ന വഴിക്ക് പാറക്കൽ അച്ഛൻ്റെ അടുത്തൊന്ന് കയറണം. കുഞ്ഞുങ്ങളെ കണ്ടേച്ച് ഒരുപാട് നാളായി. നീ ചായയൊക്കെ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചു സാർ. എന്നാ വണ്ടി എടുക്ക്. ശരി സാർ. ഇവിടുന്ന് അടുത്തോട്ട് കയറി NH കയറി എളുപ്പമല്ലയോ? അച്ഛൻ എന്നതിന് NH പോകുന്നത്? പാലായ്ക്ക് പോയ പോരെ? അതിന് അച്ഛൻ പാലായിലല്ലല്ലോ താമസിക്കുന്നത്. നമ്മള് വയനാട്ടിലൊരു പാവം കൃഷിക്കാരനാണ്. കൃഷിക്കാരനെന്ന് പറഞ്ഞാ പോരാ, ഒരു പരമസ്വാത്വികൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം. എത്ര അനാഥാലയങ്ങൾക്കാണെന്നോ അച്ഛൻ സ്ഥിരമായി പണം കൊടുക്കുന്നത്. ഇത്രയും മക്കളുള്ളപ്പോൾ എനിക്കെന്തിനാ വേറെ കുട്ടികളെന്ന് പറഞ്ഞ് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇതൊക്കെ എന്നാത്തിനാ അവർക്ക് ചെപ്പ് ഇവിടെ പറയുന്നത്? എന്താ അച്ഛാ, ഇത്ര എളിമ പാടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ അറിയട്ടെന്നേ. ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുതെന്ന പ്രമാണം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അവരൊക്കെ ആരാ? അതിവിടുത്തെ ആശ്രിതന്മാരാ, ജോലിക്കാര്. എന്നാ പിന്നെ ഇറങ്ങട്ടെ. ശരി. എന്നാ പിന്നെ ശരി. രോഹൻ. ഓക്കെ മാൻ. അങ്ങോട്ട് ഇവിടത്തെ തിരക്കൊന്നും ഒഴിഞ്ഞോട്ടെ, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ശരി. മോളോട് പറഞ്ഞേക്കാം. ഹലോ ഫാദർ. അതെ, ഈ ശ്രീധനത്തിന്റെ ബാക്കി തുക അക്കൗണ്ടിലേക്ക് വന്നാൽ മാത്രമേ ചെറുക്കം പള്ളിയിലോട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അത് പിന്നെ തറവാടികളെ അങ്ങനെ വേണ്ട. അടിപൊളി. ഓക്കെ, നീങ്ങാ പോവാം. ചേട്ടാ, ഞാനോട് പതുക്കെ മുട്ടുകെട്ടു. ചേട്ടായി, ഇന്ന് ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എടാ മോനെ, ഞാൻ ആ തുണിക്കട കടം പറഞ്ഞു മടുത്തു. ആദ്യം ഒരു 2 തന്നെ. ഇന്ന് ആ കോശിക്ക് പലിശ കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാ. തരാം, നിങ്ങളൊന്ന് അടങ്ങ്. ഞാനിതുകൊണ്ട് തിന്നാനൊന്നും പോകുന്നില്ലെന്നേ. പള്ളി ഫണ്ടിലേക്കുള്ള കാശ് തന്നെ എത്തിക്കില്ലെന്ന് മാത്യുച്ചൻ ചോദിക്കുന്നു. കറക്റ്റ് ടൈമിംഗ് അല്ലേ? അപ്പത്തേക്ക് സംഗതി അറിഞ്ഞു.
വൈകിട്ടത്തേക്ക് എത്തിച്ചേക്കാന്ന് പറ. ഓക്കെ. നിനക്ക് എത്ര വേണമെന്ന് പറഞ്ഞ? 2. താ. ആഹാ, കിട്ടിയ കാശ് മുഴുവൻ നിങ്ങൾ തന്നെ വീഴ്ചെടുക്കാനാണോ പരിപാടി? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇന്ന് തരാവുന്നവന്റെ പൈസ ഇന്ന് തരും, ബാക്കിയുള്ള മനസ്സമ്മതത്തിന് അന്ന് തരും. അതെ. പിന്നെ നിങ്ങൾ എല്ലാവരും സ്വന്തം കണ്ണുകൊണ്ട് വർഗീസ് മാത്രം കണ്ട് ബോധ്യപ്പെട്ടല്ലോ. ഇനി വർഗീസ് മാത്രം അറിയാത്തവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പാലയിൽ ചെന്ന് ചോദിച്ചാൽ മതി. എസ്റ്റേറ്റ്, ഫാക്ടറി, ബാർ, ഹോട്ടൽ, സിന്തറ്റിക് റബ്ബർ തുടങ്ങി സൂര്യന് താഴെയുള്ള എല്ലാ ബിസിനസ്സും വർഗീസ് മാത്രമുണ്ട്, കൂടാതെ റബ്ബർ പൊളിറ്റിക്സ്. 2 നോട്ടെണ്ണുന്ന മെഷീനാ പുള്ളിയുടെ വീട്ടില്. തൽക്കാലം എന്റെ പലിശക്കാർ ചേട്ടന്മാരെ ഒരു കാര്യം ചെയ്യും, ഇറങ്ങി പുറത്തോട്ട് വെക്ക്. 5 മിനിറ്റ് കഴിയുമ്പോ ഓരോരുത്തരായി വിളിക്കാം. ചെല്ലടോ. 2 മെഷീനും. പൈസ വാങ്ങിക്കാൻ വരുമ്പോ എന്നാ ബഹുമാനമായിരുന്നു. എന്നാ പിടിച്ചോ. ഓ ശരി, കല്യാണം കഴിയുന്നവരെ കണ്ട തുണിക്കട നിറങ്ങല്ലേ. ഞാൻ നോക്കിക്കോളാം. പൈസ വല്ലതും വേണോ? പോയി അടിച്ചു വിളിക്കേ. ഇതും കൊണ്ട് എന്നെ അടിച്ചു വിളിക്കാനോ? ആഹാ, ഇതിനുള്ള അടിച്ചുപൊളിയൊക്കെ മതി. ചേട്ടാ ഇത്രയുണ്ടോ? ഇതാണ് എനിക്ക് അത് മതിയുടെ ഒന്നും മിണ്ടാതിരുന്നേടാ. നീ കളിക്കല്ലേ ചേട്ടായി.
എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കലക്കിട്ടില്ലേ? കൊള്ളാം. രോഹന്റെ ബ്രോന് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് സൂപ്പർ ഹൈറ്റ് ആവും, വൈറലാവും ഇത്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? സെർച്ച് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോക്കും ഇതുവരെ 2 ലക്ഷത്തിൽ താഴെ ലൈക്ക് കിട്ടിയില്ല. എല്ലാ പ്രീ വെഡിങ്ങും സൂപ്പർ ഹിറ്റാ. ഓക്കെ, ഞാൻ പോയിച്ചു പറ. നീ പെട്ടെന്ന് വീട്ടിലോട്ട് വാ, ആളുകളൊക്കെ വരും. കാശ് കിട്ടില്ലേ? ഓ, ഞാൻ അത് മറന്നു. ചേട്ടായി, അല്പം പാച്ച് വർക്ക് ബാക്കിയുണ്ട്. പിച്ചർ കാശ് വേണം. റോഹൻ, നീ കളിക്കല്ലേ? വെറും 5 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ നീ എന്നെ പെടുത്തിയത്. ഇപ്പൊ തന്നെ 10 ലക്ഷം രൂപയായി. ഇനി ചോദിച്ചാൽ പൈസ ഇല്ല. ഒരുമാതിരി എച്ചിക്കണക്ക് പറയല കേട്ടോ. ഷൂട്ടിംഗ് ഒക്കെ ആയി ഇങ്ങനെ ചിലപ്പോൾ കാശ് കൂടിന്നിരിക്കും. ഇതിപ്പോ ചേട്ടയുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പൈസ ഒന്നുമല്ലോ, എന്റെ ഡൗറി പൈസ. റോഹൻ നിർത്ത്. എന്ന് മുതലാടാ നമ്മൾ തമ്മിൽ നിന്റെ ഡൗറി എന്റെ ഡൗറി എന്നൊക്കെ? അല്ല പറ, എന്ന് മുതലായത്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല. ശരി, ഇപ്പൊ എത്ര പൈസ വേണം? 50K. ഞാനൊരു PDC തരാം. അവർക്ക് കാശായിട്ട് വേണമെന്ന്. ഞാൻ അറേഞ്ച് ചെയ്യാം. ഓ, ഇനിയിപ്പം മേരിക്കുട്ടിക്ക് കുറച്ച് നാള് മോന്റെയും മരുമോടെയും കൂടെ അമേരിക്കയിലൊക്കെ പോയി നിക്കാലോ. ഓ, കാര്യം അമേരിക്ക എന്നൊക്കെ പറഞ്ഞാല് അവിടെയുള്ള മലയാളികൾ മുഴുവൻ താമസിക്കുന്ന കുടിസ് ഫ്ലാറ്റുകളാണ്. ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന മേരിക്കുട്ടി എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? ഓ, അത് ഈ മലയാളി നഴ്സുമാരും അവളുമാരുടെ ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന കെട്ടിയന്മാരൊക്കെയാ കുടിസ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. രോഹന് ഗൂഗിളിലല്ലേ ജോലി കിട്ടിയേക്കുന്നത്. അന്നേരം ഈ നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിൽ കാണുന്ന ബംഗ്ലാവ് പോലത്തെ വീട് കിട്ടുമെന്നേ. കിട്ടും, രോഹന് കിട്ടും. വീട് വലുതാണേലും ചെറുതാണേലും എനിക്ക് ഈ വീടും മണ്ണും പിന്നെ നമ്മുടെ ഈ പള്ളിയൊക്കെ വിട്ട് എങ്ങോട്ടും പോയി നിൽക്കാൻ ഒരു താല്പര്യമില്ല. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ മരുമോള് പ്രസവിക്കാറാകുമ്പോ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും. എന്റെ മോള് പ്രസവിക്കാറായപ്പോ എന്നെയും കൊണ്ടുപോയി അങ്ങോട്ട്. അവിടെ ജോലിക്കാർക്കൊക്കെ വലിയ ശമ്പളമാ, ഭയങ്കര ശമ്പളമാ. ഞാൻ 3 മാസം അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിന്റെ വെളിയിലോട്ട് എന്നെ ഒന്നും ഇറക്കിയിട്ടില്ല. അവിടെ ഒരു വലിയ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന നയാഗ്ര. നയാഗ്ര. ഞാനതിപ്പോഴും TV-യിലേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ താമസിക്കുന്നതിന്റെ 2 മണിക്കൂർ അങ്ങോട്ട് പോയ ആ വെള്ളച്ചാട്ടമായിരുന്നു. എന്നാ പറയാനാ, ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ പ്രശ്നമായിരിക്കുമെന്നേ. നമ്മൾ കൊടുക്കുന്ന സ്നേഹം മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടണോ നമ്മൾ വെറുതെ വിഷമിക്കണ്ട ഗ്രേസമ്മേ. ബാത്റൂം എവിടെ? അവിടെ വരുന്നേ. ഓ, എന്തൊരു ഭാവാഭിനയം. നമ്മളൊക്കെ ഈ നാട്ടുകാരാന്നുള്ളതേ അവളങ്ങ് മറന്നുപോയെന്നാ തോന്നുന്നേ. കമന്ന് വീണ കാപ്പണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രേസമ്മയെ അവിടെ കെട്ടിയോൻ എൻക്രോച്ച്മെന്റ് കറിയാച്ചനും ജീവിച്ചത്. ബന്ധങ്ങളൊന്നും അല്ല, പൈസയാണ് വലുതെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പിള്ളേരെ പഠിപ്പിച്ചത്. ഡോളർ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരെ പഠിപ്പിച്ച് നേഴ്സാക്കി. ഇപ്പൊ ഒരു മോടെ കാര്യം പറഞ്ഞില്ലേ, ആ കൊച്ചെന്നെ മിടിക്കായിരുന്നറിയാവോ? ഈ ഗ്രേസമ്മ ഒറ്റ ഒരുത്തിയാ ഈ പിള്ളേരെ എല്ലാം വഷളാക്കിയത്. എന്നിട്ട് ഇപ്പൊ ഇരുന്നോണ്ട് കരയുന്നു. എന്നാ കാര്യം? നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ച പാഠം പിള്ളേര് നന്നായിട്ട് അങ്ങ് പഠിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാ മതി. അമ്മച്ചി, ഇപ്പൊ വരാൻ കേട്ടോ. സാറാമ്മേ, അൽഫോൻസാമ്മെ പോലെ വീട്ടിലിരുന്നാലുവേ ഈ മേരിക്കുട്ടി ഉണ്ടല്ലോ, എന്നാ സാധനമാണെന്നറിയോ? പുളിങ്കൊമ്പിലല്ലേ കയറി പിടിച്ചേക്കുന്നേ. മാത്ത മുതലാളി ആരാന്ന വിചാരം? പോരാത്തേനാണെങ്കി ആ പെങ്കൊച്ചിന് ആങ്ങളമാരും ഇല്ല. അപ്പൊ ഉള്ളതൊക്കെ ഈ 2 പെമ്പിള്ളേർക്കും കൂടെ ഉള്ളതാന്നേ. മനസ്സിലായ? ഇത് ശരിയാവത്തില്ല മോളെ. ഇതിനെന്നാ തിളക്കുക? അത് ഞാൻ മരിച്ചിട്ട് ഒരുപാട് നാളായില്ലല്ലോ. ഇത് ഞാൻ ഉടുത്തു തന്നാ നാട്ടുകാരെന്നാ പറയും? എന്നാ അമ്മച്ചി ഇത്? അമ്മച്ചീനല്ലേ ഈ കളർ സാരി മതി എന്ന് പറഞ്ഞേ. അത് ശരിയാ, ഇത്ര തിളക്കം ഉണ്ടാവും ഞാൻ വിചാരിച്ചോ? എന്നാ വൈറ്റ് എടുക്കാം. ഞാൻ ലിസേച്ചി വിളിച്ചു വരാം. ഹലോ. ആളിയാ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമായിരുന്നല്ലോ. ബെസ്റ്റ്. എങ്ങനെയും കുറച്ച് കാശ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അളിയനെ വിളിക്കാൻ തുടങ്ങിയിരുന്നു. എന്റെ കയ്യിൽ എവിടെ നിന്നാളിയാ പൈസ? ക്രെഡിറ്റ് കാർഡുകളിലെ പൈസയൊക്കെ തീർന്നിട്ട് കാലം കുറേയായി. എല്ലാം ബ്ലോക്കാണ്. ഇനി ആകെ ഒരെണ്ണം ഉണ്ട്, പക്ഷെ ഇന്ന് വലിക്കാന്ന് വിചാരിച്ചാലേ ഒരു 10-30,000 രൂപ കൂടുതൽ കിട്ടത്തില്ല. എങ്ങനെയും ഒന്ന് നാളെ രാവിലെ ആയാൽ മതി. ഇപ്പൊ എത്ര രൂപ വേണ്ട എനക്ക്? ഒരു 50 വേണം. ഞാൻ എന്തേലും ചെയ്യാം. ചെയ്യണം. ശരി എന്നാ. ഇത് വേണ്ട, അത് മതി. വേണ്ട.
ജസ്റ്റ് ഇതൊന്ന് നോക്കി. എക്സ്ക്യൂസ് മീ. ട്രഡീഷണൽ മോഡൽ ആക്ച്വലി ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് ലാസ്റ്റ് ടൈം ആണേ. പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ. ഇപ്പൊ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇനി നീ ഇതും പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരിക്കലുമില്ല. നാളത്തോടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ്. താങ്ക് യു. അത് എന്നൊരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ട്. തുറന്നു പറഞ്ഞില്ലെങ്കിലും അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. ആ സൂസൻ പറ. ആ ചേച്ചി, ഒരു കാര്യം ഉണ്ടായിരുന്നേ. നമുക്ക് എല്ലാവർക്കും വൈറ്റ് കളർ സാരി ഉടുത്താലോ? എന്നാ അത് നേരത്തെ പറഞ്ഞൂടായിരുന്നു സൂസൻ. ഞാൻ ആ മഹാലക്ഷ്മിയിൽ നല്ലൊരു വൈറ്റ് സാരി കണ്ടതായിരുന്നു. എന്നാ പറയാനാ ചേച്ചി, അമ്മച്ചി ലാസ്റ്റ് മിനിറ്റ് കാലം മാറുമെന്ന് ഞാൻ വിചാരിച്ചോ? ശരി, ഞാൻ നോക്കട്ടെ. നോക്കിയാ പറ്റത്തില്ല. ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിലെ അവിടെ നല്ല സെലക്ഷൻ ഉണ്ട്. വൈറ്റ് കളർ സാരി ചേച്ചി ഉടുക്കണം. പിന്നെ വീട്ടിലെ എല്ലാവരും ഒരേ കളർ സാരി, അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ശരി, അത് ഞാൻ സമ്മതിച്ചു. എനിക്കല്ലേലും വൈറ്റ് സാരി ഉടുക്കണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. നീ പറഞ്ഞോണ്ട് മാത്രമേ ഞാൻ റെഡ് കളർ സാരി എടുത്തത്. എനിക്കറിയാം. ആ പിന്നെ വേറൊരു കാര്യമുണ്ടേ, ചേച്ചിയും ചേട്ടനും ഇന്ന് തന്നെ വരണമെന്ന് അമ്മച്ചി പറയാൻ പറഞ്ഞു. എനിക്കും ഒന്ന് വരണമെന്ന് തന്നെയാണ് സൂസൻ. ഇച്ചായൻ അത്യാവശ്യമായിട്ട് അങ്കമാലിയിൽ ഒരു കാര്യത്തിന് പോയിരിക്കുവോ. നേരത്തെ വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വരാം. ശരി ചേച്ചി, അപ്പൊ ഇവിടെ വന്നിട്ട് കാണാം. ഇവിടെ ഒത്തിരി പണിയുണ്ട്. ശരി. അതെ ഇച്ചായ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് അക്കൗണ്ട്സ് നോക്കുമ്പോ ഒന്ന് ശല്യം ചെയ്യരുന്ന്. ഇനിയിതിപ്പോ ഒന്നേം തുടങ്ങണം. ആ പറ. ഒന്നുമില്ല, ഞാൻ പിന്നെ വരാം. എന്താണെന്ന് വെച്ചാ പറഞ്ഞ് തൊലക്കേ. സൂസൻ വിളിച്ചിരുന്നു. ആ മനസ്സമ്മതത്തിന് വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം വെള്ളസാരി ഉടുക്കുന്നേന്ന്. അവിടുത്തോട്ടെ. അതിന് എനിക്കൊരു വെള്ളസാരി വാങ്ങി തരാവോ? നാളത്തെ പരിപാടിക്ക് പോകാൻ ഒരു സാരി ഞാൻ വാങ്ങി തന്നിട്ടില്ലേ. ഇനി പുതിയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ തന്ന മാത്തച്ഛൻ ഇവിടെ എവിടെങ്ങാനും കാശ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുപോയി വാങ്ങിച്ചോ. എന്നത്തിന് എപ്പോഴും എന്റെ അപ്പച്ചൻ എങ്ങനെ പറയുന്നേ? പറയൂടി, ഞാനത് പറയും. എന്റെ കൊക്കില് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാനത് പറയും. അമ്മാതിരി ചെറ്റത്തരം നിന്റെ തന്ത എന്നോട് കാട്ടിയിട്ടുള്ളത്. എന്തോന്ന് കാണിച്ചു നീ പറയുന്നേ? എന്ത് കാണിച്ചെന്നാ എടി, 50 ലക്ഷം രൂപ റെഡി ക്യാഷുമായി എന്റെ വീടിന് മുമ്പിൽ ക്യൂ നിന്ന പാപ്പച്ച മുതലാളിയുടെ മോളെ വേണ്ടെന്ന് വെച്ചിട്ടാ നിന്റെ തന്തരവാ കേട്ടിട്ട് നിന്നെ എന്റെ തലയിലേക്ക് കെട്ടിയെടുത്തത്. എന്നിട്ട് ഇപ്പൊ അവസാനം എന്തായി? ഈ പാപ്പച്ച മുതലാളിയുടെ കാര്യം ഞാനൊരു 100 വട്ടമായി കേൾക്കുന്നു. നിങ്ങൾക്ക് എത്ര സ്ത്രീധനം വേണ്ടേന്ന് അന്ന് എന്റെ അപ്പച്ചനോട് പറഞ്ഞാൽ തരുമായിരുന്നില്ലേ? എടി, അന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്നെയും എന്റെ അപ്പച്ചനെയും ബെൻസ് കാറിൽ കയറ്റി നിങ്ങളുടെ ഫാക്ടറിയും എസ്റ്റേറ്റും ബാറും ഒക്കെ കാണിച്ചു തന്നപ്പോ ഇനി നമ്മളെങ്ങാനും ചോദിക്കുന്നു കുറഞ്ഞു പോയെങ്കിലോ എന്ന് പേടിച്ച് നിങ്ങളുടെ മോളുടെ സന്തോഷത്തിന് നിങ്ങൾ എന്തായിരുന്നു അത് മതി എന്ന് എന്റെ അപ്പച്ചൻ പറഞ്ഞുപോയി. എന്റെ അപ്പച്ചൻ പറഞ്ഞത് വാസ്തവ. പക്ഷേ അന്ന് നമുക്കറിയില്ലായിരുന്നു നിന്റെ സന്തോഷത്തിന് വെറും 10 ലക്ഷം രൂപയുടെ വിലയുള്ളൂ. വിട്ട് കളയണ്ടിച്ചായ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. വിട്ടടി, അതൊക്കെ അന്നേ ഞാൻ വിട്ടു. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ഉമ്മച്ചൻ എല്ലാം പൊറുക്കും, പക്ഷെ ഒന്നും മറക്കില്ല. നീ പോയൊരു ചായ എടുക്ക. ആ ഇച്ചായ, ഒരു കാര്യം മറന്നു. നമ്മളവിടെ എല്ലാവരും അന്വേഷിക്കുന്നു എന്ന് ഇന്ന് തന്നെ എത്തില്ലേന്ന് അമ്മച്ചി ചോദിച്ചു. നമ്മൾ ഇന്ന് പോകുന്നില്ല, നാളെ ചടങ്ങിന് പോകുന്നത് തന്നെ നമ്മുടെ ഔദാര്യാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെ അച്ചായ? മൂത്ത മരുമോന്ന് പറഞ്ഞ വീട്ടിലെ കാർന്നോരല്ലേ? അതെ, പക്ഷെ ആ വിചാരം അവർക്കില്ലല്ലോ. അങ്ങനെയൊന്നും അല്ല, അവിടെ വലിയ കാര്യ. ഞാൻ കാരണവരാണെന്നുള്ള വിചാരം അവർക്ക് ഉണ്ടായിരുന്നെങ്കിലേ ഈ കല്യാണത്തിന്റെ ചർച്ചയ്ക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? ഇതിപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നാട്ടുകാരെയും ക്ഷണിച്ചു കഴിഞ്ഞിട്ടല്ലേ അവരെന്നെ വിവരം അറിയിക്കുന്നത്. അത് പിന്നെ മുമ്പ് വന്ന എല്ലാ ആലോചനകളും പെണ്ണ് ശരിയല്ല, കുടുംബം ശരിയല്ല എന്ന് പറഞ്ഞ് ഇച്ചായും കയറി മുടക്കോണ്ടല്ലേ റോഹിച്ചന് ഇത്തവണ വിവരം അറിയിക്കാതിരുന്നേ. അപ്പൊ ഒരു ബന്ധം ഉറപ്പിക്കുമ്പോ ഇതൊന്നും നോക്കണ്ടെന്നാണോ? എടീ, നിന്റെ വീട്ടുകാർ മുഴുവൻ പണപ്പിശാചിക്കളാ. പണമുള്ളവർ മുഴുവൻ അവർക്ക് നല്ല ആൾക്കാരാ. ഒരു തറവാടിക്ക് മറ്റൊരു തറവാടിയെ മനസ്സിലാവുള്ളൂ. ഞാൻ നോക്കുമ്പോ അവർക്ക് ബോധിച്ച പല ആലോചനകളും അത്ര പോരാ. അത് തുറന്നു പറഞ്ഞാണ് ഞാൻ ചെയ്ത കുറ്റം. ഇപ്പൊ തന്നെ നീ നോക്ക്. ചെറുക്കന്റെ വീട്ടുകാരായിട്ട് അവര് മനസ്സമ്മതല്ല നടത്തണത്. നല്ല അന്തസ്സുള്ള നസ്രാണികൾക്ക് പറഞ്ഞ കാര്യമാണത്. നാണം കെട്ടോമാര്. ആ പിന്നെ ഒരു കാര്യമുണ്ട്, കൂലങ്കുത്തിയും കല്യാണം മുടക്കിയും ഒക്കെ ആയ എന്റെ അഭിപ്രായങ്ങൾക്ക് നിന്റെ വീട്ടിൽ പുല്ല് വില പോലും ഇല്ലെങ്കിലും
കാശ് കടം ചോദിക്കാൻ വരുമ്പോ നിന്റെ ആങ്ങളൊക്കെ എന്നോട് വലിയ ബഹുമാനം. വെറുതെ ഒന്നല്ലല്ലോ കാശ് കടം ചോദിക്കുന്നേ, പലിശക്കല്ലേ? ഡേ അതേടി, ഞാൻ പലിശക്ക് കാശ് കൊടുക്കുന്നത് അതെന്റെ തൊഴിലാ. എന്നിട്ട് ഞാൻ കൊടുത്ത കാശ് തിരിച്ചു വെച്ചപ്പോ അവൻ എനിക്കെതിരെ കുബേരയിൽ ചെന്ന് പരാതി കൊടുത്തു ഇല്ലേ? അതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. നാളെ എന്റെ ഇളയ ആങ്ങളയുടെ മനസ്സമ്മതാണ്. നമുക്ക് ഇന്ന് തന്നെ. നടക്കില്ല. നാളെ നമ്മൾ ചടങ്ങിന് പോകും, ഭക്ഷണം പോലും കഴിക്കാതെ തിരിച്ചു പോരും, അത്രേ ഉള്ളൂ. ഇച്ചായത് എങ്ങനെ ലിസി, ഇനി നീ തർക്കിച്ച ഞാൻ എന്റെ തനി കുണം പുറത്തേക്ക് എടുക്കും. നീ ചായ ഉണ്ടാക്കാൻ നോക്ക്. എടാ റോയിച്ച, എടാ ആ ഉമ്മച്ചനും ലിസി ഇതുവരെ എത്തിയിട്ടില്ല. നീ ആ ഉമ്മച്ചനെ ഒന്ന് വിളിച്ചേ. ഞാൻ വിളിക്കാനൊന്നും പോകുന്നില്ല. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി ആളെ വിളിക്കാൻ ലിമോസിൻ അയക്കാനോ സ്വീകരിക്കാൻ താലപ്പൂലി അറേഞ്ച് ചെയ്യാനൊന്നും എനിക്ക് മേല. വരുന്നെങ്കിൽ വന്നാൽ മതി, ഒരു കണക്കിന് വരാതിരിക്കുന്ന നല്ലത്. ജോണച്ച മുകളിലുണ്ട്. മുകളിലുണ്ട്. ആ ദേ വരുന്നു. ഇന്നത്തെ ദിവസം താഴോട്ട് വന്ന് ഇവിടെ വരുന്ന ആളുകളോടൊക്കെ സംസാരിക്കാൻ മേലെ എനിക്കൊരുപാട് പണിയുണ്ട്. അതുകൊണ്ടാ നിങ്ങൾ താഴോട്ട് വന്ന് പ്ലീസ്. ഹലോ. ആ ഇല്ല, ഞാൻ സ്ഥലം കൊടുക്കുന്നില്ല. ഒരിക്കലും പറഞ്ഞു കരുതി മാറ്റി പറയാൻ പാടാന്നൊന്നുമില്ലല്ലോ. ആ അങ്ങനെ പറഞ്ഞാൽ മതി. അതൊക്കെ പോട്ടെ, നാളെ നേരത്തെ വന്നേക്കണേ. ആ ചേച്ചിയോടും പിള്ളേരോടും എൻ്റെ അന്വേഷണം പറഞ്ഞേരി. അപ്പോൾ നാളെ കാണാം. എല്ലാം കറക്റ്റാന്നേ. എല്ലാവർക്കും കിട്ടിയല്ലോ, സമാധാനമില്ലേ? ചെക്കൊക്കെ കിട്ടി റോയ്, സന്തോഷം സമാധാനം. പക്ഷെ ഇതെങ്ങാനും അന്നത്തെ പോലെ മടങ്ങിയ ഞങ്ങളെല്ലാം കൂടെ ഒരു വരെ കൂടെ വരും, പറഞ്ഞേക്കാം. ഇതെങ്ങനെ മടങ്ങാനാടും? നാളെ രാവിലെ ബാങ്കിൽ ഒരു 11 മണിക്ക് പോയിട്ട് ധൈര്യമായിട്ട് പ്രശ്നം ചെയ്തോ പൈസ കിട്ടിയിരിക്കും. അഥവാ മടങ്ങിയ ഞങ്ങൾ രണ്ടുപേരും മൊട്ടടിച്ച് റോഡേ കൂടെ. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെങ്ങാനും മടങ്ങിയ നിങ്ങൾ രണ്ടിന്റെയും കഴുത്തിന് വലിയ തലയുണ്ടാവില്ല. പിന്നെ എങ്ങനെയാ മുട്ടയടിക്കുന്നേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അളിയനോട് മുട്ടയടിക്കാൻ നടക്കുന്നു. ഇത്തറവാടിന്റെ ഒരു അവസ്ഥ നോക്കണേ. വീടിന്റെ മുന്നിലൂടെ നടക്കാൻ ധൈര്യമില്ലായിരുന്ന ചട്ടകള് വീടിന്റെ അകത്ത് കയറി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിട്ട് പോവുക. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ആ ടെൻഡർ പിടിക്കണ്ടെന്ന്. ഓഹോ, ആ ടെൻഡർ പിടിച്ചോണ്ടാണ് നമ്മൾ പൊളിഞ്ഞു പോയത്. ഏറ്റവും വലിയ അടി കിട്ടിയതേ നിന്റെ ആ വസ്തു കച്ചവടത്തില്ല, അല്ലാന്ന് പറയാൻ പറ്റൂ. പിന്നെ നിന്റെ തറവാട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ തറവാട്ടുകാർക്കും അഭിമാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും പുറത്ത് ജോലിക്ക് പോയിട്ടില്ല. വരുന്നവരെല്ലാവരും കെട്ടിയോളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നതേ വൈഫ് സിയാറ്റിലെ ആന്റിയെ കാണാൻ പോയിരിക്കുന്നെന്നാ. ഊട്ടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസ് മുടങ്ങാതിരിക്കാൻ അവൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ആർക്കാണ് ക്യാഷ് അഡ്വാൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ? വന്നോട്ടെ സാർ. വരൂ. എന്നാ സെബാസ്റ്റ്യൻ, നമ്മളൊന്നും വിശ്വാസമില്ലാതായോ? അയ്യോ അതുകൊണ്ടല്ല സാർ, ചന്തയിൽ പച്ചക്കറിക്ക് അപ്പം തന്നെ കാശ് കൊടുക്കണം, എന്തായാലും അവർ തരുള്ളൂ. അതുകൊണ്ടാണ് സാറേ. ബാക്കിയുള്ള സെറ്റിൽ ചെയ്തല്ലോ. ഓ ചെക്ക് തന്നെ എനിക്ക്, അത് നാളെ മാറുള്ളൂ. ലഞ്ച് ഉഷാറാക്കാം. അത് ഉഷാറാക്കാം സാറേ. വരട്ടെ.
ഞാൻ പറഞ്ഞില്ലേ ചാച്ചാ ഇച്ചായൻ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന്. അന്ന് സമയം കളയേണ്ടത് ഇങ്ങത്താ. എന്നത്? അല്ലേ വേണ്ട, ഇച്ചായൻ തന്നെ അങ്ങ് ഇട്ട് തന്നാ മതി. അല്ല സൂസൻ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാ പറയുന്നത്? ഇച്ചായൻ ജ്വല്ലറിന്ന് അന്ന് ഞാൻ പറഞ്ഞ നെക്ലസ് വാങ്ങിച്ചില്ലേ? നെക്ലസോ? നല്ലൊരു അണ്ടർവെയർ വാങ്ങാനുള്ള പൈസ കൂടി എൻ്റെ കയ്യിലില്ല. ജിൻസി പറഞ്ഞല്ലോ ഇച്ചായനെ ജ്വല്ലറിയിൽ വെച്ച് കണ്ടുവന്നു. ഞാനത് ഗോഡ്ബിനെ കാണാൻ പോയതാ, കുറച്ച് പൈസ റോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കള്ളം. നിന്നോട് എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ നിനക്ക് നാളെ തന്നെ നെക്ലസ് വാങ്ങിത്തരാം. തൽക്കാലം നീ അടിപ്പി അമ്മച്ചിനെ സഹായിക്കും. എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. പ്ലീസ് കേട്ടോ, ചെല്ലില്ല പ്ലീസ് ഒന്ന്. പെണ്ണുങ്ങളുടെ ഒരു കാര്യമേ നെക്ലേസ്. എന്നാ നോക്കുന്നത്? പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം തൃപ്തനാവുന്നവനല്ലെന്ന് എനിക്കറിയാം. ആ വിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് കരുതി നമ്മൾ പൊളിഞ്ഞിരിക്കുമ്പോ അളിയന് മാത്രമേ പണി കാണിക്കരുത്. അലക്സ്, നീ എന്റെ അടുത്ത് മറ്റേ അടുത്ത് ഇതിന്റെയും കൂടെ ഒരു കുറവുകളായിരുന്നു. കൈ വിടുന്നേ. കൂടുതൽ നേരം അടുപ്പത്ത് വെച്ച് അങ്ങ് കരിഞ്ഞു പോകുന്നു. ഓ ഇങ്ങനുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. നോക്കട്ടെ. ഓ കൊള്ളാം, കുഴപ്പമില്ല. വിനെഗറുണ്ടോ? അതെന്തിനാ? എടുക്ക്. ഞാൻ ഒഴിച്ചു. എടുക്കടി. നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത്. ഇങ്ങനത്തെ ആ അതെ, ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം, പക്ഷെ അതില് നമ്മുടെ ഉണക്ക മുളകറിയുടെ ടേസ്റ്റും വേണം. ഒന്നും മിണ്ടായിരിക്കല്ലേ? ആ നീ മിണ്ടായിരിക്കോടെ. അല്ലേ, നിന്നെ ഞാനൊരു ദിവസം ഗോവയിലെ കാലാങ്കുട്ടു ബീച്ചിലെ സോസോലബിലേക്ക് കൊണ്ടുപോവാം. അവിടുത്തെ പോർക്ക് വിന്താലു നീ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പൊ അറിയാം അതിന്റെ കറക്റ്റ് ടേസ്റ്റ്. വിനീഗർ കൂടി പോയി എന്നാ തോന്നുന്നത്. ഇല്ല, കറി കറക്റ്റാ. ജാൻസി, ജാൻസ്. എന്തോ? വാ. അല്ല, ഇതെങ്ങോട്ടേക്ക് പോന്നേ? എടി, എനിക്ക് 5 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇത്ര നേരത്തെ പോണോ? പോണം മക്കളെ, പോട്ടെ. മോളെ കഥ കടച്ചോ. ആ ഒന്ന് വേഗം കഴുക്. അത് ചത്ത കോഴി, അതിന് വേദനിക്കൊന്നുമില്ല. എടോ, പണിയൊക്കെ നടക്കണ്ടല്ലോ. നാളത്തെ അറേഞ്ച്മെന്റ്സ് എവിടം വരെ ആയി? അത് മുതലാളി, നമ്മുടെ വെളുത്ത ബംഗാളി പണിക്കാരോടെല്ലാം നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടന്മാരെ. എടോ, ഇവന്മാർക്കൊക്കെ സ്കിൻ ഡിസീസ് എന്നാ നാട്ടുകാർ പറയുന്നേ. സപ്ലൈ ചെയ്യാൻ മലയാളികൾ മതി. ഇവരെ വേണമെങ്കിൽ താൻ കിച്ചൺ നിർത്തിക്കും. എടോ, നമ്മുടെ വേണുനാഥ് എവിടെ ഉണ്ടോ? അവൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. ഓ, ആ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സുനാമി. നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കാന്നോ? എന്റെ വേദന. നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ.
കാലം മാറി രാജ. ഇതുപോലത്തെ പാട്ടുകളാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിനക്ക് പറ്റിയ പാട്ടുകൾ ഞാൻ വെച്ചുതരാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതുപോലത്തെ പാട്ട് കേട്ടാൽ നിന്റെ സകല പ്രയാസങ്ങളും തീരും. ഇതാരും സേവിയറോ? ഈ ചൈന ഇങ്ങനെ എവിടുന്ന് കിട്ടി? നമ്മുടെ CID ഓഫീസിൽ കണ്ടപ്പോഴേ പിടിച്ചുപിടിയാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു അയ്യോ ചെരിപ്പഴിക്കൊന്നും വേണ്ട. എന്തായാലും ഇന്ന് കൊണ്ടുവന്ന നന്നായി. ഞാൻ നല്ല സൂപ്പർ പോക്ക് പിൻഡാലും ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട്. താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? നീ അത്താഴം എടുത്തോക്ക്. വരൂ കഴിച്ചേക്കാം അല്ലേ? കഴിക്കാം. കുറച്ചുകൂടെ. ഓ കൊളസ്ട്രോള്. നന്നായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ? കാറിൽ ഒരാൾക്ക് കൂടെ സ്ഥലം ഉണ്ടാവും ഇല്ലേ ചായ? തീർച്ചയായിട്ടും. അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു മനസ്സമ്മതി പങ്കെടുക്കണം. അതുകൊണ്ടാണ്. അങ്ങനാണെങ്കിൽ അടുത്ത മാസം 3-4 ട്രിപ്പിന് സേവർ വരട്ടെ. അത് ശരിയാ. വരാം. അങ്ങനെയല്ല, ഇങ്ങനെ വേണ്ട. ഇതാ ഇതാ ഇതാ. ഇങ്ങനെ ഷൂട്ട് ചെയ്യണോ? ഇതേപോലെ ഷൂട്ട് ചെയ്യണം കേട്ടോ. കമോൺ എല്ലാവരും വാ. ഫുൾ തുടക്കം മുതലേ നമുക്ക് ഇതേപോലെ ഷൂട്ട് ചെയ്യണം. തുടക്കം മുതൽ വാ. അടുത്ത സുന്ദർപ്പിച്ചയായി കിടന്ന് ഈ പേക്കൂത്ത് കാണിക്കുന്നത്. ശന തലവരെയാണല്ലോ ചെറുക്കൻ്റെ. കുടുംബത്താണെങ്കിൽ സ്വത്ത്, ജോലിയാണെങ്കിൽ ഗൂഗിളിലും. ഇപ്പതേ മാത്തം മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു. അതുമാത്രോ? അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അമേരിക്കയിലെ ജീവിതം. നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി. വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. നമ്മളെ അങ്ങ് വിൽക്ക് ചെയ്യും. എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും, ഫിലിമൊക്കെ കാണിച്ചു തരും. അതിനുശേഷം രാത്രിയായ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ എത്തിക്കും. എന്നാ ജീവിതം അല്ലയോ? അല്ല, ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ? അവൻ പോയിട്ടില്ല, അവന്റെ ഭാര്യ പോയിട്ടുണ്ട്. അങ്ങനെ ചിരിക്കാതെ. ഈ എൽദോ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തിരികെ. ഞാൻ പണ്ട് കുറച്ചു കാലം അനിയന്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട്. അതാ ജീവിതം. 6 ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും. 7ാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും. നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നിയിറച്ചിയിൽ നല്ലോണം മല്ലി മുളക് അരച്ച് ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും. കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലാം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയിൽ മല്ലിയും മുളകും നന്നായി പിടിച്ചിട്ടുണ്ടാകും. അത് വറുത്ത് വിസ്കി അറുത്തങ്ങ് അടിക്കും. ഒന്ന് ഉറങ്ങി എണീറ്റ് ഏതെങ്കിലും പബ്ബേ ചെന്ന് ഇരുന്നാ മതി, ഒന്നാന്തരം മതാമാര് ഇങ്ങോട്ട് വന്ന് കയറും. അതൊക്കെ പഴയൊരു കാര്യം. ജോണിച്ചാ പച്ചക്ക് അങ്ങ് പോവാന്നോ? നമ്മുടെ കൂടെ വന്നങ്ങ് അടിച്ചിട്ട്. ജോണിച്ചോ പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണ്ടേ? അളിയാ ഒന്ന് പള്ളിയിലൊന്ന് പറയണ്ടേ? മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് പോയി പറഞ്ഞിട്ട് വന്നാലോ? ഈ ജോണിന് എന്നതാ പറ്റിയേ? എന്നാ സ്മാർട്ട് ചെറുക്കനായിരുന്നു. പിന്നെ നമ്മളിവിടെ പണ്ട് വോളിബോളൊക്കെ കളിച്ചുകൊണ്ട് നടന്ന അന്ന് നോർത്ത് ഇന്ത്യയിൽ എവിടെ ഇതിന് പോയിട്ടേ, പഠിക്കാൻ വേണ്ടി പോയിട്ടേ, ആസട്ടോ അയാണ്ട് പറഞ്ഞ് അയാളുടെ സാമാനം അടിച്ചതാ. അന്ന് പോയ കിളിയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പുള്ളിക്കാരനെ മറ്റവൻ അടിക്കുന്ന പറയുന്നത് അതിന്റെ സേവയാ.
റോയിയെ നേരം പോകും, നമുക്ക് ഇറങ്ങിയാലോ? രാഹുലം കഴിഞ്ഞിട്ടില്ല. രാഹുലം കഴിഞ്ഞു. നമ്മൾ ഈ നസ്രാണികൾക്ക് എന്തോ രാഹുലമാണോ പോയി? രാഹുവിനും കേതുവിനൊന്നും ഇപ്പൊ ജാതിയും മതമൊന്നും ഇല്ലെന്നേ. വടക്കോട്ടുള്ള നമ്മുടെ കച്ചവടക്കാരായ സമുദായക്കാരൊക്കെ പെരുങ്ങോട്ടുകാരല്ല ചാത്തന്റെ പറ്റുകാരാ. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് ഇല്ലേ? മൊബൈൽ എന്തോ രാഹുലം നോക്കുമെന്നോ? അളിയ രാഹുലം കഴിഞ്ഞ് ദൂരെ നിന്നുള്ള നമ്മൾ ഇവിടെ നേരത്തെ എത്തി. തൊട്ടടുത്തുള്ള ഇവർക്ക് വരാൻ എന്താ ഇത്ര താമസം? അതച്ചായോ നമ്മുടെ ഒരു അച്ചടക്കവും കൃത്യനിഷ്ഠയൊന്നും ഇവിടുത്തുകാർക്ക് ഇല്ലെന്നേ. കുറച്ചു പേരെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും കുറച്ചു പേരെ വിളിക്കത്തുള്ളൂ എന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ആ പോട്ടെ, കെട്ടുവരുമല്ലേ, നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. മോളെ മതി കഴിച്ചത്, ആൾക്കാർ കാണും. ആൾക്കാർ വേണമെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കാനൊന്നും പോകുന്നില്ല. പെണ്ണിന്റെ കാര്യം. ചേട്ടാ ഇതൊന്ന് പറത്താൻ തരും ചേട്ടാ. പൊക്കോണം. എന്നാ പിള്ളേർ കളിക്കാനുള്ള സാധനം ഒന്ന് വെച്ചു. ചേട്ടാ ഇവന് അത്യാവശ്യത്തിന് റെമോളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാ പഠിച്ചാലും ശരി, ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല. പ്ലീസ് ചേട്ടാ. ആ നട വന്നു. ഹലോ, മമ്മി ദേണ്ട ചെറുക്കൻ. നമസ്കാരം. ഹലോ, വെൽക്കം. വന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ല, ഒരു 1.5-2 മണിക്കൂറായി. ഭയങ്കര ട്രാഫിക്. മെസ്സേജ് മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് വന്നിട്ട് വരത്തില്ല. അതെ അമ്മച്ചി, ഇച്ചായൻ ഇന്നലെ ഒരു അത്യാവശ്യ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഒരു മനസ്സമ്മത നടക്കുകയല്ലയോ? ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ? റോയ് ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായെന്ന് അറിയോ? ഓ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ വെച്ചി. ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കഞ്ഞൂടി മുട്ടിപ്പോവും. പിന്നെ വീട്ടു മൂടാളത്ര ശ്രീധനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ? നമ്മുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. മോള് വാ 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 ചേട്ടാ. ഓ, അവരെത്തി അമ്മച്ചി. എന്നെത്തിയിട്ടുണ്ട്. ഡോറ് തുറന്നിട്ടേ കൈ പിടിച്ച് കുട്ടി ഇറക്കിക്കോ. ഹായ്. ഹായ്. ഡോർ അടച്ച്. നീ രണ്ടുപേരും ഇങ്ങോട്ട് നോക്കി. ഇവിടെ താങ്ക് യു. നിന്റെയും സംസാരിക്കുന്നു. എനിക്ക് എന്നെ പിടിച്ചു തരുമോ? അതൊരു ക്യാമറയാ, തുമ്പിയൊന്നും അല്ല. പിടിച്ചതാ. മോളെ വാ പോവാ. ഒന്നുമില്ല, തുമ്പിയെ പിടിക്കണം. ജെയിംസ്, നീ എവിടെയത്? എയർപോർട്ടിലോ? ഇനി നീ പള്ളിയിലോട്ട് വരണ്ട. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും, ചെറുക്കൻ്റെ വീട്ടിലോട്ട്. അത് ഒരു ചടങ്ങാമ, ഒരു സർപ്രൈസ് ഒക്കെ വേണ്ടേ? അതിന് വേണ്ടി. ഇതാണോ സർപ്രൈസ്?
ജോസഫ്, ഈ നിൽക്കുന്ന ലിൻഡായെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ലിൻഡ, ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ. കല്യാണം കഴിക്കുന്നേ മോളെ, അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ. അപ്പൊ എനിക്കെന്താ പള്ളിയിൽ വേറെ അതൊക്കെ പേരില്ലാത്ത? പിന്നെ പറയാം. അച്ഛാ കണ്ടിന്യൂ. ലിൻഡ, ഈ നിൽക്കുന്ന രോഹനെ അല്ല ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ഒരുപാട് സമ്മതമാണ്. മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ടേ കുസൃതി കുറെ കൂടുതലാണ്. ചുമ്മാരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു. നീ ധൈര്യമായിട്ട് കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യുക. ഞാനല്ലേ പറയണേ. ആ എന്തോ സ്റ്റാമ്പ് പേപ്പറിന്റെ പൈസ ഒക്കെ ഞാൻ നാളെ തരാടോ. ആ പറയും പോലെ ചെയ്യേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബെസ്റ്റ് വിഷ്. താങ്ക് യു. ലിൻഡ, ജോസഫിന് ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ. ഇണയാവനും തുണയാവനും ഓക്കെ, പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. മോള് വലിയ കോമഡിയാ. ആ മോനെ റോഹ ഇങ്ങോട്ട് വാ. ഹേയ് ചെഗു. ഹായ് ലിൻഡ. ഹായ് മമ്മി, ഇത് ചെഗു. ഇതാണ് ചെക്കൻ. നല്ല ഗ്ലാമർ അല്ലേ? ഇത് ചെഗു, പുന്നാര ഫ്രണ്ടാ. ബാ നമുക്ക് ഫോട്ടോ എടുക്കാം. രോഹൻ സ്മൈൽ. ഇനി വേറെ പോസ്. അജു, ഫാദർ വന്നില്ലേ? അതെ, അങ്ങോട്ട് ഡാഡി ദേ ഫോട്ടോ. അങ്ങോട്ട് പോയി. ആ ചെഗു പിന്നെ കാണണേ. പിന്നെ കണ്ട. ഇതെന്താ? ഒന്നടങ്ങി നടക്ക കൊച്ചി. മമ്മി എനിക്ക് വിശക്കുന്നുണ്ടേ. അങ്ങ് കഴിക്കാവല്ലോ. ഇച്ചായ, ഒരു കാര്യം പറഞ്ഞ വഴക്ക് പറയരുത്. അമ്മച്ചി വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. നമുക്കെന്താ വീട് വരുന്നു പോയി. ഇനിയിപ്പൊ ഞാനായിട്ട് നിങ്ങളാരും വിഷമിപ്പിച്ചൊന്നും വേണ്ട. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോ. ഞാനിന്ന് അവരുടെ കൂടെ പോട്ടെ. ഇച്ചായ വരില്ലേ? വന്നേക്കണേ. ഫുഡ് എടുത്തോളാൻ പറയാം. ലൈറ്റ് ഓൺ ആക്കണോ പോയെ? ബ്ലോക്കിലൊന്നും പെട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോകാമോ? മോളെ നേരെ ദേ വന്നു. എല്ലാവരും ചേർന്നു നോക്കൂ. ആ സമയായി, സാറിന് വേഗം പോണം. എല്ലാരും കഴിച്ചിട്ട് ഫോട്ടോ എടുക്കണ മമ്മി വിശക്കുന്നു. ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. ഗസ്റ്റുകൾക്കൊക്കെ തിരിച്ചു പോകാനുള്ളതല്ലേ? ഫോട്ടോ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കും. അത് മതി. പറ്റില്ല, ഇപ്പൊ തന്നെ വേണം. മോളെ പറയുന്ന കേക്ക്. അങ്ങനെയാണ് ആരും മോളെ നിർബന്ധിക്കണ്ട. നമുക്ക് പോയി കഴിച്ചേച്ച് വരാം. വാ മോളെ. ചക്കര മമ്മി. വാ മോനെ. ആ ഹലോ, നമസ്കാരം. അതെ, ഞങ്ങളൊന്ന് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അവിടെ ഇരിക്കും കേട്ടോ. എന്റെ ഒപ്പം കഴിക്കണേ. ഓ ശരി. മോള് പതുക്കെ ഇറങ്ങും.
സംഗതി ഇവ വിദേശിയാ, ഇതൊരു പോഷ് സെറ്റപ്പുവാ. എന്നിരുന്നാലും ആ പഴയ സുഖം ഇല്ല. പിന്നെ അല്ലാതെ പണ്ടൊക്കെ കല്യാണ വീടിന്റെ പറമ്പിൽ ഏതെങ്കിലും മൂലയിൽ വാറ്റുണ്ടാവും. ടച്ചിങ്സിനായിട്ട് വാഴയിലയില് എല്ലും കപ്പയും. ഓ, അതൊക്കെ എന്തൊരു സുഖമായിരുന്നു എന്റെ മാത്തച്ച. എന്നാ ഓഞ്ഞ പാട്ടാ ഇവര് വായിക്കുന്നേ? അത് ഏർപ്പാടാക്കിയതേ ഇവിടുത്തെ കഞ്ചാവ് സ്വാമിയാ. എത്ര നാളായി അളിയ അളിയനെ ഇങ്ങനെ കണ്ടിട്ട്? ഇപ്പോഴല്ല എന്റെ ശ്വാസം നേരെ ഇവിടെ. സത്യം പറഞ്ഞാല് കാശിലും സ്വത്തിലൊന്നും ഒരു കാര്യം മനസ്സമാധാനമാണല്ല അല്ലേ? പിന്നെ ആ റജി പോരെ, ഫാമിലി ഒന്നും ഇല്ലടാ. ഹായ് റോയ്. പറയാൻ വഴി എന്തോ എന്താ കഴിക്കുന്നു? ഒന്ന് വന്നേ. ഉമ്മച്ച ഞാനൊന്ന് ഫിനിഷ് ചെയ്യിച്ചു. പിന്നെ തീർക്കാൻ നീ വാ വാ. ഞാനൊന്ന് തീർത്തോട്ടെ. ഞാൻ പറയുന്നത് കേൾക്ക്, അതൊക്കെ പിന്നെ തീർക്കാം. ഒരു അത്യാവശ്യക്കാരുണ്ട്. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല. ഞാൻ ഇപ്പം തന്നെ വിടാം. 5 മിനിറ്റ് വാ. എന്നതാ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കണേ. നീ വാ. സാർ എന്താ വേണ്ടത്? എന്തെങ്കിലും എടുക്ക്. നോക്ക്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഇല്ലേ? ഒന്നുമില്ല. ഇതൊക്കെ ഇവിടുത്തെ ലാളിച്ചോളത്തിന്റെ കുഴപ്പമാണ്. നിങ്ങളായിട്ട് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുത്. ആ മാത്യു, വേണ്ട നിന്റെ കഴിച്ചു. അത് പറ. അടുത്ത വാരം ആക്ച്വലി ബെൻഡ് ആയിരുന്നല്ലേ? ഓ ദാറ്റ് വാസ് റിയലി ഗുഡ്. ഹായ് ഹായ്. ഹലോ. റെഡിയല്ലേ? നല്ല രസമുണ്ടല്ലേ? കാശ് കുറെ പൊടിച്ചിട്ടുണ്ട്. ആഹാ ദേ മോളി. ആഹാ എന്നാ ഉണ്ട്? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. Only echoes passing through the night. The lines on my face, your fingers once traced, fading reflection of what was. സൂസ, ഒന്ന് വന്നേ. ഒന്ന് വാ. Thoughts rearrange, familiar now strange. All my skin is drifting on the ഇവക്ക് ഒരു ഉറപ്പുമില്ലേ? ഇവിടെ വരത്തില്ലെന്നാ ഞാൻ വിചാരിച്ചേ. Spring brings the rain. When winter comes pain, every season has an end. അവൻ ഗൂഗിളിലെ I try to see through the disguise, but the clouds were there, blocking out the sun. The sun. കഴിച്ചല്ലോ. ആ അപ്പം ശരി. ആ കഴിച്ചല്ലോ അല്ലേ?
ഞാൻ വന്ന് വേറൊരു കാര്യം അളിയ പറയാം. നമ്മുടെ പ്രിൻസിയുടെ ബ്രദർ കഴിച്ചായിരുന്നോ? കഴിച്ചു. ഞാൻ ആക്കി തരും. Thoughts rearrange, familiar now strange. All my skin എന്നാ അളിയ ആ നിൽക്കുന്ന ആളൊക്കെ പുള്ളിയായിട്ട് എങ്ങനെ പരിചയം എന്നുള്ളതാ. അതും കൂടെ എടുക്ക്. സംസാരം കണ്ടപ്പോ നിങ്ങൾ ഫ്രണ്ട്സാന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം എല്ലാവരോടും അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. അയാൾ ആരായാലും പക്ഷെ കുറെ നേരമായിട്ട് അളിയന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. നീ അയാൾ മാർവാടിയുടെ ആളെന്നാണോ? ഏയ് അതൊക്കെ ഞാൻ പണ്ടേ സെറ്റിൽ ചെയ്താ. There's an end. There's an end. വെക്കോളൂ. അതെ, ഇതൊരു കല്യാണ വീടാ, മരണ വീടല്ല. ചിരിച്ച് പ്ലസന്റ് ആയിട്ട് ഇവിടെ എപ്പോഴും നിൽക്കാൻ, മനസ്സിലായില്ലേ? ആ അത് ആ ടേബിളിൽ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുത്തേ. താനെന്താ ഇവിടെ എപ്പോ വാ, ഇങ്ങോട്ട് വാ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ഭാര്യയും കുട്ടികളൊക്കെ ഒന്നും വന്നില്ലേ? ഓ, അവര് ഭക്ഷണം കഴിക്കണം. കഴിക്കട്ടെ, അവരെ ബുദ്ധിമുട്ടില്ല. മോളെ കഴിക്ക്. ഒന്ന് ശ്രദ്ധിച്ചോ. എന്റെ കർത്താവ്, ഇതെന്തുവാണോ നീ കാണിച്ചേ? ദേ ഇപ്പൊ ക്ലിയർ ചെയ്യാട്ടോ. ഹരീഷ, അവിടെ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുക്ക്. ഇതൊക്കെ ഞാൻ ശരിയാക്കുന്നു വെച്ചാ ക്ലീൻ ചെയ്യടാ. ചേട്ടാ ഈ പ്ലേറ്റും കൂടെ പൊട്ടിക്കാം. ആ മോളെ കഴിച്ചു കഴിഞ്ഞല്ലേ പോയി കൈ കഴിയിട്ട് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. മോനെ ആന്റി ഇതെങ്ങോട്ടേ ഓടുന്നു? എത്ര നാളായി നിന്നെ ആ എത്ര കാലായി. സുഖായിരിക്കുന്നു. കഴിച്ചായിരുന്നോ? ഇല്ല, ഇപ്പൊ വരുന്ന വഴിയാ. ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി നാളായില്ലേ. അപ്പൊ പരിചയക്കാരെയൊക്കെ കാണട്ടെ, എന്നിട്ടാവാൻ ഭക്ഷണം. സുഖം സുഖായി. ഓ, അവൾക്ക് എന്നാ ഇപ്പൊ എവിടുന്നാ വരുന്നേ? കുര്യച്ചന്റെ അവിടുന്ന്, പള്ളിക്കകത്തോട്. ആ മോളെ സുഖാന്നോ? ഇപ്പൊ കല്യാണത്തിന് വന്നോണ്ടൊന്ന് കാണാൻ പറ്റി. അയ്യോ, കല്യാണം കൂടാൻ ഒക്കത്തില്ല. ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തല്ലയോ. തിരിച്ചു കൊണ്ടുപോയോ? ജെയിംസ് എന്താ നാട്ടിൽ വരുന്നത്? അടുത്ത മാസം വരും. അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ മനസ്സമ്മതമായിട്ട് വന്നേ പറ്റുന്ന വാശിയിലേക്ക് അപ്പൊ വരാം. അനങ്ങരുതേ. ഇതൊക്കെ ഭയങ്കര ബോറിംഗാ. അല്ല കുട്ടി, ഒരു ആൽബത്തിൽ ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ വേണം. അതൊക്കെ പിന്നെ ചെയ്യാം. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. വേഗം നടക്കണം ഇങ്ങോട്ട്. ആ റിഫ്ലക്ടർ എടുത്ത് അങ്ങോട്ട് വെച്ച്. അല്ല, അത് അച്ഛനെ അറിയാവുന്ന ഇതല്ല, ഇത്ര ഉണ്ടാവാറില്ലല്ലോ. സത്യം പറഞ്ഞു, എന്താ സംഭവിച്ചത്? അച്ഛൻ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പറ, എന്താ ഉണ്ടായ? അതെ അച്ഛായ, ഈ തിരക്കിന്റെ ഇടെ ഞാനുള്ള മരുന്ന് കൊടുക്കാൻ.
നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവളുടെ മരുന്ന് മറക്കാൻ പാടില്ലെന്ന്. കഴുത. ഇനിയിപ്പോ അവളെ മമ്മി ലിഫ്റ്റ് വേണോ? ഇനിയിപ്പോ അവളെ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? പറ്റിയതൊക്കെ പറ്റി. ആരെങ്കിലും വിളിച്ച മരുന്നൊന്ന് എത്തിക്കാൻ ഇവിടെ പറഞ്ഞു. ഇരിക്കടി. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ പൂക്കളുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് എന്റെ പൊന്നു നിന്റെ അങ്ങോട്ട് പോവാം. വേണ്ട പ്ലീസ്. മമ്മി മോളെ മോളെ മതിയാക്ക്. റോഹൻ ക്ഷീണിച്ചു. എടി, കണ്ടില്ലേ? മതി. ഡാഡി പറഞ്ഞു കേട്ടില്ലേ? അവിടെ പൂക്കളുണ്ട്. എന്നാ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. 12 വർഷം മുമ്പ് അപ്പച്ചനോട് സംസാരിക്കാൻ വരാമെന്ന് പറഞ്ഞ ആളെ പിന്നെ ഇപ്പോഴാ കാണുന്നത്. അതും ഇങ്ങനെ. നിനക്ക് എന്താ രാജ പറ്റിയേ? നിനക്കെന്ന് എങ്ങനെയാണ് എന്നെ ചതിക്കാൻ തോന്നിയേ? ഹായ് ആന്റി. ഹായ്. പോട്ടെ. ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല ലിസി. ലിസി പറഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ അപ്പച്ചനെ കാണാൻ പോയി. പക്ഷേ വീട്ടിലേക്കെന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചനെ കൊണ്ടുപോയത് ഗോഡൌണിലേക്കാണ്. പിന്നീടുള്ള 8 മാസം എൻ്റെ ജീവിതം പല പല ആശുപത്രികളിലായിരുന്നു. ഒടിയാത്ത ഒരു എല്ല് പോലും എൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല. രാജനന്ന് വന്നില്ല എന്നാണല്ലോ അപ്പച്ചന് എന്നോട് പറഞ്ഞേ. അത് നീ വിശ്വസിച്ചു. അപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മച്ചി വരുവാ. അതെ അല്ലേ? മറ്റേ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. ചാനലുണ്ടായിരുന്നു. ആളിപ്പോ ദുബായിക്ക് പോയി. അന്വേഷണം അളിയ അയാൾ അത്യാവശ്യമായിട്ട് അളിയനെ കാണണമെന്ന് പറയുന്നുണ്ട്. അയാൾ ആരാക്കെ എന്നാ വേണ്ടേ? ആളാരാണെങ്കിലും കക്ഷി അത്ര വെടിപ്പല്ല. ഒരു കാര്യം ചെയ്യാലോട് ഓഫീസിൽ ചെന്നിരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് വരാം. എന്താ കുട്ടിയുടെ പേര്? മാളവിക. 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 കാണുന്നില്ലല്ലോ, വളരെ ഷൈ ആണല്ലോ. എവിടെ വീട്? കൊച്ചി. ആ കൊച്ചി. ഞാൻ കൊച്ചിയിലൊക്കെ വരാറുണ്ട്. നമ്പർ എന്ന് പറയൂ. ഇല്ല, ഞാൻ ശല്യക്കാരനല്ല. എന്റെ നമ്പർ തരട്ടെ? വേണ്ട. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ചിരിക്കരുവാ താവിടെ അത് വരെ താവിടെ ഇച്ചിരി കൂടെയല്ലേ ഉള്ളൂ. കുട്ടി കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ. ആ അയാൾ പറഞ്ഞ കറക്റ്റാ. ഗസ്റ്റുകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതാ. വാ നമുക്ക്. ഡാഡി കുറച്ചുകൂടെ പ്ലീസ്. പറ്റില്ല. സാർ, ഈ ഇംപ്രവൈസേഷൻ ഇടയ്ക്ക് നമുക്ക് ആൽബത്തിന് അത്യാവശ്യമുള്ള 2-3 ഫോട്ടോസ് കിട്ടിയിട്ടില്ല. ഒരു 2-3 സ്നാപ്സിനും എടുത്ത് നമുക്ക് പോവാം. പ്ലീസ് ഡാഡി പ്ലീസ്. എടുത്തോ. വാ എടുക്ക് എടുക്ക് എടുക്ക്. സ്മൈൽ. നൈസ് നൈസ്. എപ്പ എത്തി? കുറച്ചേരായി. ഹസ്ബൻഡ് വന്നില്ലേ? ചാനൽ ലീവ് കിട്ടിയില്ല. ഹലോ ആന്റി, ഈ നെക്ലേസ് കൊള്ളാലോ. ഇത് എവിടുന്ന് വാങ്ങിയതാ? ഇത് ഇവിടുത്തെ നമ്മുടെ റോയൽ ജ്വല്ലറി ഇല്ലേ, അവിടുന്നാ. ആണോ? നല്ലതാ. നല്ല ഡിസൈനാ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. അതെ. ആന്നേ. എന്നതാ? ഓ എന്നാത്തിനാ, എനിക്ക് ഡിസൈൻ ഒന്നും ചേരത്തില്ല. എന്നാ വില ഏടി ഇതിന്? എനിക്ക് വിലയൊന്നും അറിയത്തില്ല. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. എന്നാ നിങ്ങൾ കഴിക്കുക, ഞാൻ മാറുവാ. അനങ്ങരുതേ. ഒന്ന് റൊമാൻറ്റിക് ആയോട്ടെ. ഓക്കെ, താങ്ക് യു. കുടിക്കുന്നോ? വേണ്ട. സിംഗിൾ മാൾട്ട്.
അതെ, ഈ മുന്തിയന മദ്യം കുടിക്കുമ്പോൾ അരോമ മദ്യത്തിൻ്റെ ഗന്ധം ആദ്യം ആസ്വദിക്കുക, പിന്നെ മെല്ലെ ദാ ഇങ്ങനെ. എന്നാത്തിനാ കാണണമെന്ന് പറഞ്ഞു? ആ വരൂരിക്കൂ, പറയാം. ആ വെക്കവിടെ വെക്കവിടെ കാര്യം വേണ്ട. ഓക്കെ. ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? അതൊക്കെ കിടന്നു. താൻ കാര്യം പറഞ്ഞു. നല്ല ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. വർക്ക് ചെയ്യാൻ പൂത്ത കാശുകാരനാ. പക്ഷേ അതെനിക്കറിയാം. കൂടുതൽ അറിയണോ താല്പര്യവും ഇല്ല. താൻ എന്തെങ്കിലും കഥ പറഞ്ഞ് കല്യാണം മുടക്കാനാ ഉദ്ദേശമെങ്കിൽ ആ പരിപ്പോടെ വൈകുകയില്ല. ചോ, എന്താ റോയി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ കണ്ട ഒരു കല്യാണം മുടക്കാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളുടെ ദ്രോഹത്തിന് വേണ്ടി വന്നതല്ല. ഈ സ്ത്രീധനം അല്പം കുറഞ്ഞു പോയില്ല എന്നൊരു സംശയമുണ്ട്. താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ഞങ്ങളുടെ കാര്യമാണ്. ഇയാളെന്നാ ഇൻകം ടാക്സ് ഓഫീസറാണോ? ഞാനതൊന്നുമല്ല. പിന്നെ അതിനാ ശ്രീധരന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്? അത് കൊള്ളാം. ചെക്കൻ്റെ സ്ത്രീധന കാര്യം അപ്പച്ചൻ അറിയണോ? എന്നോട് ആരാടിപ്പ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എന്ത് ചെയ്യരുതായിരുന്നു? ഏഞ്ചലുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്തോളാണ് ഞാൻ. അല്ല, ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ നാറിയ ബന്ധം തുടരുന്നുണ്ടല്ലേ നിങ്ങൾ അവർക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു. നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു? നിനക്ക് തലക്ക് വട്ടായോ? പിന്നെ ഇങ്ങനെ കള്ളം പറയല്ലേ ചായ. അവർക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുക്കാനല്ലേ നിങ്ങൾ റോയൽ ജ്വല്ലറിയിൽ പോയത്? ബെസ്റ്റ്. അപ്പൊ എന്നെ വിശ്വാസമില്ലല്ലോ. തൽക്കാലം നീ ചെല്ലേ, നാളെ ഞാൻ നിന്നെ നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. സൈക്കാട്രിസ്റ്റ് സ്വന്തം ഭാര്യയും കുഞ്ഞിനെ ഭജിച്ചിട്ട് ഇനിയിപ്പോ എന്നെ ഭ്രാന്തിയും കൂടി ആക്കണം അല്ലേ? ആക്കണം. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്ക് ഒട്ടും ബുദ്ധിയില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം. ഈ ബന്ധം വീണ്ടും തുടങ്ങിയിട്ട് എത്ര നാളായി? അതന്ന് നിർത്തി എന്ന് പറഞ്ഞത് കള്ളത്തരായിരുന്നോ? അറിയണമല്ലോ നിനക്ക്. ഏഞ്ചലായിട്ട് എനിക്ക് പണ്ടുള്ള പോലെ ബന്ധം ഇപ്പോഴും ഉണ്ട്. എന്റെ കസ്റ്റഡിയിൽ നീ അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവർക്കൊക്കെ മാലയും വളയും കാറും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും. സമാധാനമോ? മനസ്സിലായോ? വാ എന്റെ മുന്നിൽ വന്നു പോരുത് നീ. എന്താണോ ഇത്? ആ വിഹിതം കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിസ്ക്രീറ്റ് ആവണ്ടേ? മിണ്ടാതിരിയാണോ പന്നി? ഇവരെ പിടിച്ച് പുറത്താക്ക്. ഇവരെ പിടിച്ച്. ഇപ്പൊ എന്നാ നിന്റെ പ്രശ്നം? അളിയന്റെ അടുത്ത് നേരത്തെ ചോദിച്ചപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു. എന്റെ പൊന്നലക്ഷൻ, നീ ഇങ്ങനെ തുടങ്ങല്ലേ പ്ലീസ്. ഇവരെ പിടിച്ച് പുറത്താക്കല്ലെങ്കിൽ എന്തെങ്കിലും കടങ്കൈ ചെയ്യൂവനെ. അത് എന്നെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പുറത്തു വിട്ട് എനിക്കൊന്നും നേടാനുമില്ല. നിങ്ങൾക്കാ നഷ്ടം. അവിടെ ചെന്നിരിക്കും. ഇങ്ങോട്ട് വന്നേളിയാ. കല്യാണ സമയത്ത് ഒരു കല്യാണം മുടക്കിയുള്ള വരും. ഇതൊക്കെ ഉടായിപ്പളാ. മാറി അളിയനോടി ചുമാരി. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മേൽക്കോട്ടോട് ചോദിക്കും. നീർക്കൊല്ലി കടിച്ചാലും അത്താഴം മുടങ്ങും. അറിയോ, ഇത് നയപരമായിട്ട് ഞാൻ ഡീൽ ചെയ്യാം. മെടുക്കൽ അവന് വരുന്നുണ്ട്. മിണ്ടായിരിക്കണോ? ലിസി, ഇന്ന് നല്ല പോളിംഗ് ആണല്ലോ. സ്വീറ്റ്സ് ഒരു വീക്ക്നെസ് ആണല്ലേ? ഇത് എത്രാമത്തെ തവണയായി കഴിക്കുന്നേ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത്തവണ ഞാനും കൂടാം. എനിക്കൊരു ഗുലാബ് ജാം തന്നെ. ഹസ്ബൻഡ് എവിടെ? കാണുന്നില്ലല്ലോ. ഇച്ചായൻ ഇവിടെ എവിടെയോ ഉണ്ട്. ആ സാറാമ്മേ, നീങ്ങ വന്നേ. ഞാൻ ഇപ്പൊ വരാവേ. എന്നാടി നീ എവിടെ നടക്കുന്നല്ലോ അറിയോ? ഇങ്ങോട്ട് വാ വേഗം. രാജ, നീ എന്തിനാ ഈ പണി ചെയ്യുന്നേ? നിനക്ക് നിന്റെ അച്ഛന്റെ ലോഡ്ജ് നോക്കാൻ മേലെ?
ഏത് ലോഡ്ജ്? ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. പിന്നീട് സമചിത്തത നഷ്ടപ്പെട്ടവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എവിടെയൊക്കെയോ. ഒടുവിൽ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് പക്ഷാഘാതം പിടിച്ചെടുക്കുന്ന അച്ഛനെയാണ്. ലോഡ്ജൊക്കെ അച്ഛൻ്റെ അനിയൻ കൈക്കലാക്കി. ഇവിടെ ഈ കാറ്ററിംഗ് നടത്തുന്ന ആൾ എൻ്റെ അച്ഛൻ്റെ പഴയ തൊഴിലാളിയാണ്. അയാളുടെ കരുണയിൽ ഞാൻ ജീവിച്ചു പോകുന്നു. ആ അമ്മച്ചി, റോയും ഉമ്മച്ചനൊക്കെ എവിടെ? ഫോട്ടോ എടുക്കാൻ പോയ രോഹനെ കാണാനില്ലല്ലോ. അറിയത്തില്ല. അമ്മച്ചി ഒന്നിങ്ങ് വന്നേ. എടാ അവരെല്ലാരും എന്ത് ചെയ്യും? ഒന്നിങ്ങ് വന്നേ. എന്തേ? വാ പറയാം. അലക്സ്, കാര്യം പറ. എന്നാത്ര നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അമ്മച്ചി ഇയാൾ അറിയോ നോക്കി. മേരിക്കുട്ടി, ഇതിൽ പലം തെളിവ് വേണ്ടല്ലോ അല്ലേ? റോയ്, ആഹാ, നിങ്ങളിവിടെ കള്ളും കുടിച്ചിരുന്നോ? ദേ റോയ്, നമുക്ക് ഇപ്പൊ ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം. അസംബന്ധം പറയലോ? അസംബന്ധം ഒന്നല്ല, ആ പെൺകുട്ടിക്ക് കിറുക്കാണ്. എന്തിനാണ് അങ്ങനെ ഒരുത്തിനെ ആ പാവരോഹന്റെ തലയിൽ കെട്ടിവെക്കണേ? അച്ഛാ നമുക്ക് പിന്നെ സംസാരിക്കാം. പുറത്തേക്ക് ഇല്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. അച്ഛാ ഞാൻ പറയുന്നത് അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി കിറുക്കാണെന്നുള്ളത് മാത്രമല്ല എന്റെ പ്രശ്നം. പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് വേറെയും ചില സംശയങ്ങളുണ്ട്. അവൾ ഒരു നിംഫോമാനിയക്കാണെന്നാണ് എനിക്ക് തോന്നണത്. എന്റെ അമ്മച്ചി പൊന്നും പണമൊന്നല്ല, സ്വഭാവ ഗുണം. അതാണ് ഒരു പെൺകുട്ടിയുടെ സമ്പത്ത്, അല്ലെ? അതില്ലാത്ത ഒരുത്തിക്ക് വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. അതെ, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം പുറത്തേക്ക് പോകും. റോയ്, ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിനക്കെന്താ മനസ്സിലാവാത്തത്? വെറുതെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അലക്സേ, നിനക്ക് അവളെ പറ്റി അറിയാൻ പാടില്ല ചേട്ടാ. അവളെന്താ ചെയ്തെന്ന്? അവരൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരില്ല ചായ. എന്നതാടാ കല്യാണ ചെറുക്കന്റെ കുണ്ടിക്ക് കയറി പിടിക്കുന്നതാണോ ന്യൂ ജനറേഷൻ? എടാ പാവ രോഹന്റെ ചുണ്ട് അവള് കടിച്ചു പറിച്ചു. ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് പിന്നെ പറയാം, പിന്നെ സംസാരിക്കാം. ഇത് ഒന്ന് പുറത്തേക്ക്. അലക്സേ, ഇവരോട് പുറത്തോട്ട് പോകാൻ പറ. അമ്മച്ചി ഒന്ന് പുറത്തേക്ക് പോകാൻ പറ പ്ലീസ്. അതെ, ഇത് വേറെ ആർക്കെങ്കിലും അറിയോ? നമ്മൾ 3 പേർക്കും പിന്നെ മേരിക്കുട്ടിക്ക് മാത്രമേ അറിയൂ. ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? മോശമല്ലേ? അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നേ. ഓ, ബ്ലാക്ക് മെയിലിംഗ് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഈ കുടുംബത്തിന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്നറിയോ? എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി ഒന്നൊരുത്തൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുന്നതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാണ് അലക്സ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്നുകൊണ്ടൊന്നും അല്ല അലക്സേ. ഇപ്പോൾ മനസ്സമ്മതം നടന്ന പള്ളിയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളിയിലെ വികാരിയിരുന്ന ഫാദർ സേവിയറാണ് ഞാൻ. ചെറിയൊരു സ്കാൻഡൽ കാരണം സഭ എൻ്റെ ലോഹൂരി വാങ്ങി. പക്ഷേ ഇപ്പോഴും പഴമക്കാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാൻ കേട്ടോ. തനിക്ക് എന്നാ വേണം? നൗ യു ഹാവ് കം ടു ദ പോയിന്റ്. അളിയ, ഞാൻ സംസാരിച്ചോളാം. തനിക്ക് എന്നാ വേണ്ടത്? നാട്ടു നടപ്പനുസരിച്ച് പുത്രൻ്റെ വിവാഹം നടക്കുമ്പോൾ സ്വാഭാവികമായും പിതാവിന് കിട്ടേണ്ട ചില സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. ന്യായമായും എനിക്കത് കിട്ടണ്ടേ? ഞങ്ങളൊന്നും തരുന്നില്ല, എന്നാ ചെയ്യും? തരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പുത്രസ്നേഹം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് വരും. നാണാവില്ലൂടെ എനിക്ക്? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാനും അന്തസ്സുള്ളൊരു പണി തന്നെയാണ് ജീവിച്ചിരുന്നത്. നിരന്തരം ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്ന ഒരു പാവ സ്ത്രീ ഒരിറ്റ ആശ്വാസത്തിനായി ഒരു രാത്രി എൻ്റെ മേടയിൽ വന്നപ്പോൾ
ഈ നാട്ടിലെ നാറുകളെല്ലാം കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചു. ആ പാവ സ്ത്രീയുടെ ജീവിതം പോയി, എൻ്റെ പട്ടവും പോയി. അത് കഴിഞ്ഞ് ഞാനൊരു തിയേറ്റർ ലീസിനെടുത്ത് നടത്തി. രാത്രി അവിടെ ബ്ലൂ ഫിലിം കാണിക്കുന്നതെന്ന് പറഞ്ഞ് പോലീസുകാരെന്നെ ഒന്ന് പിടിച്ചുകൊണ്ടുപോയി. പിന്നെ ഞാൻ ലീസിന് റിസോർട്ട് തുടങ്ങി. ടൂറിസം വളരുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചില പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഒരു മസാജ് സെൻ്റർ തുടങ്ങി. അപ്പോൾ പോലീസുകാർ വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകാന്നേ. മാന്യമായൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാമൂഹിക സാഹചര്യം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാമെന്നാണല്ലോ പ്രമാണം. സത്യം പറയാലോ, ഞാനിരുന്ന പല ഇടവകളിലും പല സ്ത്രീകളെയും ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ അതിലെല്ലാം ആൺതിരികളാണ് പറഞ്ഞത്. അവരുടെ കല്യാണത്തിന് ചെന്ന് സ്ത്രീധനത്തിൻ്റെ പങ്കുപറ്റലാണ് ഇപ്പോഴത്തെ എൻ്റെ തൊഴിൽ. എന്താ കുഴപ്പമുണ്ടോ? നാറി. അതൊന്നും ആയിക്കോട്ടെ, എനിക്ക് തരാനുള്ളത് തന്നാൽ ഇലയ്ക്ക് മുഴുവനും കേടില്ല. നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം. 1,00,000 രൂപ വരും, അത് വാങ്ങി പോക്കോണം. അതെൻ്റെ പട്ടിക്ക് ഒരു മാസത്തിന് തികയില്ലല്ലോ. ഒരു 5 ലക്ഷം രൂപ വരെ? അത് എൻ്റെ ഒരു മാസത്തെ ചെലവിന് തികയില്ലല്ലോ. ഒരു 10 ലക്ഷം രൂപ വരെ ഫൈനൽ, അതിൽ കൂടുതൽ ഒരു പൈസ വരില്ല. റോയേ, എൻ്റെ ക്ലബ് മെമ്പർഷിപ്പ് പുതുക്കാൻ ഇത് തികയൂ. പിന്നെ തനിക്ക് എത്ര വേണമെന്നാ പറയുന്നത്? സ്ത്രീധനത്തിൻ്റെ പകുതി. പകുതിയോ? ആ, സ്ത്രീധനത്തിൻ്റെ നേർപകുതി. ബാക്കി നിങ്ങൾ അവരെ വളർത്തിയും പഠിപ്പിച്ചു കൊടുത്തോ. ആ, പകുതിയെങ്കിൽ പകുതി. അളിയൻ എന്തോ നീ പറയുന്നത്? പകുതിയോ? പോട്ടെ അലക്സ്, 50 ലക്ഷത്തിന്റെ പകുതി 25 ലക്ഷം രൂപ കൊടുത്തു തൊലയ്ക്കാം. ശല്യം ഒഴിയട്ടെ. എടാ റോയ്മോനെ, നീ കൊയർ പോയായിരുന്ന പള്ളിയിലെ വികാരിയായിരുന്നു ഞാൻ. എൻ്റെ അടുത്ത് വില ഇറക്കല്ലേ. 50 ലക്ഷം അല്ല, 10 കോടിയാ സ്ത്രീധനം. അതിൻ്റെ നേർപകുതി എനിക്ക് കിട്ടിയേ പറ്റൂ. പറ്റില്ല. വേണ്ടാന്ന് വെച്ചിട്ടല്ല, അത്ര എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല. അതൊന്നും എനിക്കറിയണ്ട. ഇപ്പൊ തരുന്നോ ഇല്ലയോ? ഓക്കെ, എനിക്ക് എൻ്റെ പുത്രനെ കാണാൻ ധൃതിയായി. താങ്ക് യു. വർഗീസ് മുതലാളി ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആ സാർ. സാർ, യെസ്. വേറെ ഒരു വഴിയില്ല അഞ്ഞേട്ടാ സാർ. കിട്ടിയ പൈസ മുഴുവൻ തീർന്നു. ഞാൻ ഒരു 2-3 ഇൻസ്റ്റാൾമെന്റ് അടച്ചു തരിക പ്ലീസ്. ബ്ലാക്ക് മെയിലിംഗിൽ ഇൻസ്റ്റാൾമെന്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല റോയ്. കാശുണ്ടെങ്കിൽ താ, അല്ലെങ്കിൽ വഴിമാറ്. സാറേ, കല്യാണം നടന്നില്ലെങ്കിൽ അങ്ങോട്ട് ഞാൻ പിന്നെ ഉണ്ടാവില്ല സാർ. സാർ സാർ ഉപദ്രവിക്കും സാർ. പ്ലീസ് സാർ. സാർ കുറച്ചുകൂടി സമയം തരൂ സാർ. എന്താ റോയ് ഇത്? വരൊക്കെ ഇങ്ങനെ കാലുവിഴ പാടുള്ളൂ. കാശില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, വട്ടിക്കിടക്ക്. അല്ലെങ്കിൽ ഈ വീട് എൻ്റെ പേര് എഴുതാം. കാശ് തന്നാൽ ഞാൻ തിരിച്ചെഴുതി തരാം. എനിക്ക് റോയ് കുട്ടികളെ പോലെ ഇങ്ങനെ വിളിക്കും. എനിക്ക് മോനെ, എന്തിനാ ഇങ്ങനെ വേണം കരയുന്നേ? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. സാർ, 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 പോയി, ആള് പോയി. എന്താ ലക്ഷ്യം ചെയ്ത്? പിന്നെ എന്നാ ചെയ്യാനാ? എടുത്തു കൊടുക്കാൻ കയ്യിൽ കാശുണ്ടോ? എന്നാണേലും നമ്മളൊക്കെ കെട്ടി തൂങ്ങുന്നതിനേക്കാൾ ഭേദം ഇത്. അളിയൻ വിഷമിക്കല്ലേ? ഒരു ദ്രോഹി
കുറച്ച് നേരത്തെ നരകത്തിലേക്ക് പോയി എന്ന് വിചാരിച്ചാൽ മതി. ഇയാളെ ചത്തുകളെ എനിക്കൊന്നുമില്ല. ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്ത് കൊലക്കുറ്റോ? അളിയ, നമുക്ക് എന്നാ വേണമെങ്കിലും ചെയ്യാം. അളിയനൊന്ന് കൂളായിട്ടിരുന്നാൽ മതി. ചേട്ടാ, പിള്ളേർ കളിക്കാനുള്ള സാധനമില്ലെന്ന് പറഞ്ഞല്ലേ. ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. വെറുതെ കോൺസെൻട്രേഷൻ കളയാണ്ട് പൊക്കോണം. നിന്റെ ചേച്ചി ആ കുട്ടിമോന്റെ ചേച്ചിയാന്നോ? ആ, അതെന്റെ കസിൻ സിസ്റ്ററാ. കൊള്ളാലോ. എന്നാ ചേച്ചിയുടെ പേരെന്നാ? ഡേയ്സി ചേച്ചി. ഡേയ്സി ചേച്ചി. ആ, എവിടെ? ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? ആ, ഇവിടെ തന്നെ, കുറച്ച് ദൂരം. ഏത് കോളേജ്. സെന്റ് തോമസ്. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവും കുറച്ച് കുറച്ചേരം കൂടെ ഉണ്ടാവും. മോനിക്ക് വന്നേ, ചോദിക്കട്ടെ. ആ. അല്ല, മോന്റെ പേരെന്നാ പറഞ്ഞ? മിലൻ. എന്താ തുറക്കാത്തെ? ഇത്ര താമസം? എനിക്കൊരു കാര്യം പറയണം. ഇയാളാരാ? അലക്സിന്റെ ഫ്രണ്ടാ. പുള്ളി ഓവറായി പോയി, ബ്ലാക്ക് ഔട്ട് ആയി. അതെ ചേട്ടായി, ആ പെണ്ണ് ശരിയല്ല. അവൾക്ക് ലൂസ് തന്നേ. കുറച്ചു വട്ടമൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. നീ ഇത്ര വലിയ സീരിയസ് ഇഷ്യൂ ആക്കല്ലേ പ്ലീസ്. നീ മാനേജ് ചെയ്യ്. ചേട്ടാ എന്ത് പറയും? ഞാൻ ഒരു ഭ്രാന്തിലൂടെ ജീവിക്കാനോ? ഇത് പ്രാന്തൊന്നും അല്ല റോഹൻ, ചെറിയ ഡിസ്റ്റർബൻസ് ആണ്. നീ അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്, അവിടെ എനിക്ക് നല്ല ചികിത്സ ഉണ്ടാവില്ലേ? ചേട്ടാ എന്തോ പറയുന്നത്? ഞാൻ പിന്നെ എന്താ പറയണ്ടേ? അങ്ങേര് നമ്മുടെ വീട്ടില് ചെറുക്കനെ അന്വേഷിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇല്ലാത്ത പ്രശ്നമുണ്ടെന്നല്ലേ. അതുകൊണ്ടാണല്ലോ പുള്ളി ചെറുക്കനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാഞ്ഞേ. ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചിരുന്നാലും നിനക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. ഗൂഗിളിൽ ജോലി എന്ന് പറഞ്ഞ് മോളെ കെട്ടിച്ചു വന്നിട്ട് PG തോറ്റ് അവിടെ ഹോട്ടലിൽ ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മിണ്ടാതിരിക്കുവോ? ഇനിയിപ്പോ പുള്ളിക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാം സംഭവിച്ചേക്കുന്നത് അല്ലതിന് വേണ്ടിയിട്ടാ. നീ എന്നെ വിശ്വസിക്കേ. തൽക്കാലം നീ പുറത്തേക്ക് പോകണം. ഇല്ലില്ല, ഞാൻ വരാം. വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്യാം പ്ലീസ്. ഞാൻ വരാവുന്നേ. വാടാ, ഐസ്ക്രീം കഴിക്കാം. എന്തായി? ഇത് നടക്കട്ടെ ചായ. ഇനി വരുന്നിടത്ത് വെച്ചാണോ? ആദ്യം പ്രോയിനെ ബ്രെയിൻ വാഷ് ചെയ്തൂലേ? മോനെ രോഹ, നിന്റെ ജീവിതം നശിക്കല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബന്ധോഴിയ നിന്നോട് പറയുന്നത്. അല്ലാതെ അച്ചായനെ എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാനാ? വല്ലാത്ത പ്രശ്നം. ഇവിടെ നിൽക്കായിരുന്നോ? നമുക്ക് ഡാൻസ് കളിക്കാം. ആൾക്കാരൊക്കെ നോക്കുന്നത് അല്പം ഗൗരവത്തോടെ നിൽക്കുക. ഒരു ഗൗരവക്കാരൻ. ഞാൻ എന്തായാലും ഡാൻസ് കളിക്കാൻ പോകും. മോനെ റോഹ, മറ്റൊന്നും വിചാരിക്കണ്ട. അവൾക്കെല്ലാം കളിയാ. ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം. അത്ര ഇന്നസെന്റാ. അതെ, വയസ്സ് 24 ഇപ്പോഴും കുട്ടിയാണെന്ന് വിചാരിക്കുന്നവരെ ഇന്നസെന്റ് എന്നല്ല. ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഓഫ് ദ ഡേ. കൊള്ളാം. എന്തായാലും ഇവിടെയുള്ള വട്ടനൊരു കൂട്ടായി. നല്ല സ്മെല്ല് വരും. ആഹാ,
അപ്പൊ നീ കാശിന് വേണ്ടിട്ട് അവനെ ബലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പെരത്തുമ്പോ വാഴ വെട്ടാൻ നിൽക്കലോ മച്ചാ. വാഴ വെട്ടാനല്ല, പുര കത്താതിരിക്കാനാ ഞാൻ നോക്കണത്. അവൻ എന്റെ സ്വന്തം അനുജനല്ലടാ. അവന്റെ തലയിൽ ഒരു ഭ്രാന്തിയെ കെട്ടിവെക്കാൻ നിനക്ക് എങ്ങനെ തോന്നണടാ? ഒരു ചെറിയ പ്രശ്നമുള്ള പെണ്ണിനെ നിങ്ങൾ ഭ്രാന്തിയാക്കിയോ? ചെറിയ പ്രശ്നം. നീ താഴെ വന്ന് നോക്ക്, അപ്പറിയാം. ഞാൻ താഴെ വരാം, നിങ്ങൾ ചെല്ല് തൽക്കാലം. ഇപ്പൊ വരണം. ഞാൻ വരാം. ഓക്കെ. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? എന്റെ ഒരു ഫ്രണ്ടാ, അടിച്ചിത്തിരി ഓഫായി പോയതാ. ബെസ്റ്റ് ഫ്രണ്ട്. ഇതുവരെ കർത്താവ് കൂടെ അങ്ങനെ പിടിച്ചെന്ന് വിചാരിച്ചു. ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് വരും. മൗനോ? അതൊക്കെ പണ്ട്. ഇനി എന്തപ്പനാന്ന് പറഞ്ഞ ആരാണ് അവർ കയറി വരാൻ പോകുന്നത്? ഇവിടെ കിടന്ന് കരഞ്ഞ് നാട്ടുകാരെ അറിയിക്കരുത്. ഇതൊരു കല്യാണ വീടാണ്. അതേലും ചെയ്യും. പൊക്കോ. ശരി. ഇച്ചാൻ ആരെ അന്വേഷിക്കുന്നേ? എന്റെ അമ്മച്ചിയെ. ദേഷ്യപ്പെടല്ലേ ചായ? എന്റെ അമ്മച്ചി മരിച്ചു പോയില്ലേ? എനിക്കറിയാം ഇച്ചാൻ കാമുകയല്ല അന്വേഷിക്കുന്നേ. ആളോട് നിപ്പുണ്ട്. ഇന്ന് അവളെ ഏത് റൂമിലോട്ട് കൊണ്ടുവന്നേ? ഒരു മാത്രം വർത്താനം പറയല്ലേ സൂസൻ. ദേഷ്യപ്പെടല്ലേ ചായ? അന്നത്തെ പോലെ ഞാൻ നിങ്ങളുടെ റൂമിലോട്ട് കയറി വന്നു. വെറുതെ ഡിസ്റ്റർബൻസ് ആവണ്ടാന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ചോദിക്കുന്നേ. സൂസൻ, എന്റെ ആസനത്തിന് തീ പിടിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? നീ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണം. ഷോ കാണിച്ചോലെ കേട്ടോ? ഭക്ഷണം കഴിച്ചിട്ട് പോണേ. ഇനിയെങ്കിലും അങ്ങോട്ട് വരാൻ സമയം കിട്ടും. വരാ. ചെല്ല്. ഇതാണ് അവസ്ഥ. ഇപ്പൊ എന്ത് പറയുന്നത്? അവളെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. മുതിർന്ന ശേഷം പോരായിരുന്നു കല്യാണം. റോയിന്ന് വന്നേ. അതെ, അങ്ങോട്ട് മാറിയില്ല. 5 മിനിറ്റ് സംസാരിക്കട്ടെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു. അത് പറയാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ടാ. എന്നാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. ആ മോളിങ്ങനെ പലപ്പോഴും എക്സൈറ്റഡ് ആവും. അത് ചെറിയൊരു പ്രശ്നമാണ്. കണ്ടെടുത്തോളേ, ചെറിയൊരു പ്രശ്നമല്ല. മനസ്സമ്മതം മാത്രമല്ല കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക്. അതെ, അയ്യോ റോയ് ചതിക്കല്ലേ. ഇത്ര ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം. സ്ത്രീധന തുക വല്ലതും കൂടുതൽ വേണം. നമ്മളെന്താ കാശിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ കുടുംബത്തിന്റെ നിലയും വിലയൊക്കെ നിൽക്കല്ലോ. ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. സോറി സർ. കാശെന്ന് പറഞ്ഞാലേ എത്ര കൂടുതൽ തരും? എന്ത് വേണം നിങ്ങൾക്ക്? ലക്ഷ്മണോട് സംസാരിച്ചാൽ പോരാ. ഈ കണ്ടെടുത്തോളേ കൊച്ചിന് മുഴുത്ത വട്ട. അപ്പോ അതിനനുസരിച്ചൊരു റേറ്റ് വേണമല്ലോ, അല്ലേ? പറ.
എന്റെ കൊച്ചയൊന്ന് പതുക്കെ നിന്റെ കൂമ്പുവാടി പോടി. ആദ്യമൊക്കെ അങ്ങനെയാ, പിന്നെ അതൊരു ശീലാവും. നീ ഒന്ന് ആഞ്ഞു വലിച്ചേ. എന്നാണ് ചെയ്യുന്നത് ഇവിടെ? ചപ്പാത്തി ചുടുക. എന്താ ചായ കണ്ടു? ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ അല്ലേ ഈ ചായ ഇവന്മാർക്കൊന്നും ഓരോ വിവരമില്ലേ ചായ. എന്റെ ഈ ചായന് അങ്ങനെയല്ല. എന്റെ ചായന് ഭയങ്കര ജനറൽ നോളേജാ അല്ലേ? അങ്ങനെയാണ്. അതെല്ലാം റോഹിത്തിനോട് ചോദിച്ചാൽ മതിയല്ലോ, എല്ലാം പറഞ്ഞു തരുമല്ലോ. ഗുഡ് ഐഡിയ. ചായ പറയും ചായ. വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ പറഞ്ഞു കൊടുക്കിച്ചായ, പറഞ്ഞു കൊടുക്കിച്ചായ. ഞാൻ പറഞ്ഞില്ലേ ഈ ചായന് നല്ല ജനറൽ നോളേജ് ആണെന്ന്. വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ കൈ വേദനിക്കുന്നു. വീട് നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് ഷോ കാണിക്കരുത് എന്നുള്ളത്. ഇനി വീട് വിട്ട് പുറത്തേക്കിറങ്ങി മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. മനസ്സിലായല്ലോ? കയറി പൊടിയായത്. രാജ, ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ? എന്നാണ് ഞാൻ കരളിനെ അനുസരിക്കാതിരുന്നത്? ആജ്ഞാപിക്കൂ. നീ ഒരു കല്യാണം കഴിക്കണം. ലിസി, അതുമാത്രം എന്നോട് പറയരുത്. എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുള്ളൂ, അത് നീയാണ്. മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല ലിസി. രാജ, നീ എന്നെ വേദനിപ്പിക്കരുത്. കൂട്ടിനാരുമില്ലാതെ, സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ലാതെ, വല്ലവരുടെ ഏച്ചിൽ കഴുകി ജീവിക്കുന്ന രാജനെ എനിക്ക് കാണാൻ വയ്യ. എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട്. ഞാനൊരു വിസ. എന്നെ നാട് കടത്താനാണോ നീ നോക്കുന്നത്? ലിസി, ഞാൻ ഒറ്റയ്ക്കല്ല. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് കൂട്ടുന്നുണ്ട്. ഇന്ന് എല്ലാ ദിവസവും ഞാൻ നമ്മുടെ ആ പഴയ കോളേജിലെ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളും പേര് നടക്കാറുണ്ട്. എനിക്കത് മതി ലിസി, അത് മാത്രം മതി ഈ ജന്മത്തിൽ. അറിയാ, ഇവള് വല്ല ഉത്തേജക മരുന്നും കഴിച്ചിട്ടുണ്ട്. എപ്പോ തുടങ്ങിയത്? അതെ, നാണക്കേടായാലോ ലക്ഷ്യം. ഇവളി നിന്റെ അനുസരിച്ച് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാക്കുക തലക്കോട്ടാണ്. മനസ്സിലാകുന്നു, ഓൾറെഡി മനസ്സിലായി. ഒരു കണക്കിന് ഇത് നന്നായി. വർഗീസ് മാത്രമേ ശ്രീധനെ തോക്ക ഡബിളാക്കി. ബാത്റൂമില് വീണതാ. തലക്കാണ് പരിക്ക്. സീരിയസ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോ പഴയ കാര്യങ്ങളൊക്കെ മാറും. അങ്ങനെയൊന്നുമില്ല. ചേട്ടായിക്ക് എന്ത് സ്റ്റാമിനാന്ന് അറിയോ? ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. ഡാൻസ് കളിക്കാൻ അറിയില്ലാന്നോ? ചേട്ടായി നല്ല ഡാൻസറാ. ഞങ്ങള് ബാംഗ്ലൂരിലെ പബ്ബിൽ എത്ര ഡാൻസ് കളിച്ചിട്ടുള്ളതാ. എത്ര കളിച്ചാലും ചേട്ടയ്ക്ക് ഒരു ക്ഷീണമില്ലെന്നേ. ബാംഗ്ലൂരിലെ പബ്ബോ? ഇതെപ്പോഴാ ചായ? ബാംഗ്ലൂരിൽ മാത്രമല്ല, ഞങ്ങൾ ഊട്ടിയിലും മൈസൂരിലും ഒക്കെ പോയിട്ടുണ്ട്. അല്ലേ നടക്കിങ്ങോട്ട് നടക്ക്. പുന്നാര മോനെ. ഹായ്, അവിഹിതം. വേണ്ട, ഇതെന്തായാലും വേണ്ട. ഇത് വേണ്ട കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, പോ. നമുക്ക് സംസാരിക്കാം. എനിക്ക് വേണ്ട കേട്ടോ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, എനിക്ക് വയ്യ. പറഞ്ഞില്ല, സംസാരിക്കാം. ചേട്ടായി, മറ്റെന്തായിരുന്നില്ലേ സഹിച്ചന്. പക്ഷെ ഇത്
ഇന്ന് രാവിലെ മുതൽ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് ഈ പെണ്ണിന് ലൂസാന്ന്. ഇപ്പൊ കണ്ടില്ലേ ആൾക്കാരുടെ എല്ലാം മുന്നിൽ മൊത്തം നാണം കെട്ട്. ഇതെന്തൊരു കഷ്ടം. ഞാൻ എന്റെ ലൈഫ് കൊണ്ട് തൊലയ്ക്കുന്നേ. റോഹ, നീ പറയുന്നത് ശരിയാണ്. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിച്ചേണ്ട പൈസ നമ്മൾ എങ്ങനെ കൊടുക്കും? എന്റെ പൊന്നു ചേട്ടാ, എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? കെട്ട് കഴിഞ്ഞ് ഞാൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആളുമായിട്ട് ഈ പെണ്ണിന്റെ അവിഹിതം. എന്റെ സ്ഥാനത്ത് ചേട്ടനത് എന്ത് ചെയ്തേനെ? കാശിന് വേണ്ടി എന്തോ ആവാന്നാണോ? എനിക്ക് വയ്യ കാശിന് വേണ്ടി എന്റെ ജീവൻ തുറയ്ക്കാൻ. മടുത്തു ഞാൻ. അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? എന്താ? അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവുന്നു? ഒരു ചെറിയ ബോട്ടിലുണ്ട്. എന്താ വിഷം. കടം കയറിയിരുന്ന് വൃത്തിയില്ലാതായപ്പോ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വാങ്ങിവെച്ച ഈ ഒരു ബന്ധം വന്നുകൊണ്ട് മാത്രമാണ് റോഹൻ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുതാണ്. നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. പക്ഷെ നാളെ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും സുസുനന്റെ കുഞ്ഞും ജീവനോടെ ഉണ്ടാവില്ല. നീ തീരുമാനിച്ച് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. ഒരാളുടെ ജീവിതം നശിക്കുന്നുണ്ട്, ഒരു കുടുംബം രക്ഷയോടാണ്. അതല്ലേ നല്ലത്. എന്നാ നമുക്കിനി ഇവരുടെ കൂടെ നിന്ന് ഈ തമാശ കണ്ട് രസിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ്, മിസ് ചെയ്യാനേ പാടില്ല. സംഗതി സൈക്കോസിസിൽ നിന്ന് ന്യൂറോസിസിലേക്ക് കടന്നു. കാശ് കിട്ടിയിരുന്നെങ്കിൽ അലക്സ്, ഞാൻ നാളെ കാലത്ത് തന്നെ ഇവിടെ എത്തിക്കാം. ഇന്ന് എന്റെ പറ്റുമെന്ന് നോക്ക്. ഇന്നിപ്പോ ഇനി എവിടെ കിട്ടിയിരുന്നെങ്കിൽ നോക്കട്ടെ. ഓക്കെ. ഈ അവിഹിതം പുറത്തായത് നന്നായി. അതിന്റെ പേരിൽ പുള്ളി രണ്ടും കൂടി കൂട്ടി തരാന്ന് പറയുന്നത്. ഇത് ഒന്നുകൂടെ ഒന്ന് കൊടുത്താലേ. ഈ നേരത്തെ എങ്ങനെയാണ് നിനക്കിങ്ങനെ വിലവേശാൻ പറ്റുന്നത്? ഇന്ന് ആണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റോഹന്റെ മുഖത്തൊന്നും നോക്കാൻ കൂടി പറ്റാതെ. ഓ, അപ്പൊ നീ നല്ലവരും ഞാൻ വില്ലനുമായല്ലേ? ഈ നാണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് തന്നെയാ പരമാവധി കാശ് ഞാൻ വാങ്ങിച്ചെടുക്കാൻ നോക്കുന്നത്. നാണക്കേട് മാത്രമല്ല, ഈ കെട്ട് നടക്കുന്നതിന് വേണ്ടി ഒരു കൊലപാതകം ഞാൻ ചെയ്തു. അതിന്റെ എല്ലാം ചേർത്ത് വാങ്ങിച്ചിട്ട് ഞാൻ മതിയാക്കും. മോനെ റോഹ, നിന്റെ മാനസികാവസ്ഥ അച്ഛനും മനസ്സിലാവുന്നുണ്ട്. അതെ, നിലനിൽപ്പിന് വേണ്ടി മാത്രം തൽക്കാലം ഒരു നാടകം കളിക്കുന്നത് വിചാരിച്ചാൽ മതി. നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ എവക്ക് വട്ടാണെന്ന് പറഞ്ഞ് നമുക്കങ്ങ് ഒഴിവാക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പെർഫോമൻസ് കണ്ടതുകൊണ്ട് വർക്കിച്ചിനെ നിഷേധിക്കാനും പറ്റത്തില്ല. അത് കഴിയുമ്പോൾ അച്ഛനാ പറയുന്നത്, നല്ല അടിപൊളി സൂപ്പർ പെണ്ണിനെ മോനി ഞാൻ ഒപ്പിച്ചു തരും. അതുവരെ ഒന്ന് കൂടെ നിന്നേ പറ്റൂ.
പ്ലീസ് പാട്ട് നിർത്തി എല്ലാത്തിനും ഞാൻ ശരിയാക്കും. പാട്ട് വിളിയാടോ. ഹായ് ലിൻഡ. ഹായ് ഡോക്ടർ അങ്കിൾ. കം ലെറ്റ്സ് ഡാൻസ്. കം 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 കം. ദൈവത്തെ ഓർത്ത് താഴെ എറിഞ്ഞു. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നന്നായിട്ട് ഡാൻസ് കളിക്കാം. വർക്കിച്ചാ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ ചായ? പാട്ട് നിർത്തണോ? പാട്ട് പ്ലേ ചെയ്യാ. മമ്മി പാട്ട് പ്ലേ ചെയ്യാൻ പറ. മതി മതി, വാ ഇറങ്ങ. കൈ വിടടാ വണ്ടി. ഓ എന്നെ പറഞ്ഞപ്പോ നൊന്തല്ലേ? അല്ല, ഞാൻ കൊറേ നാളെ ചോദിക്കണം വിചാരിക്കാം. കിളി പോലത്തെ പയ്യന്മാരെ കിട്ടുമല്ലോ. പിന്നെ ഈ കാണ്ടാമൃഗത്തിനെ കണ്ടുള്ളൂ. പാട്ട് തുറക്കണോ? ഓ നാണക്കേട്. ഈ ഡാൻസ് നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ അവളോട് ആ തുണിയെങ്കിലും താഴ്ത്തിയിടാൻ പറ. അപ്പാപ്പൻ പറഞ്ഞു കേട്ടില്ലേ? തുണി താഴ്ത്തിയിടാൻ. പിന്നെ ഇതൊക്കെ അപ്പാപ്പൻ എത്ര കണ്ടിട്ടുള്ളതാ? ഈ അപ്പാപ്പൻ ഭയങ്കര വള്ളനാ. കൊച്ചിലി ഉണ്ടല്ലോ എന്നെ പാർട്ടി കൊണ്ടുപോയിട്ട് എന്തൊക്കെ അപ്പാപ്പന് നാണം വരുന്നു. അപ്പാപ്പൻ വിഷമിക്കണ്ട. അപ്പാപ്പൻ എന്താ വേണമെന്ന് എനിക്കറിയാം. തുണി നേരെ കൊറേ നേരായി മാറാ. വർക്കിച്ചാ ഈ ചതി ഈ കുടുംബത്തോട് വേണ്ടിയിരുന്നില്ല. അത് നിങ്ങളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. ഹാ, അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന. അമ്മച്ചി പിന്നെ മൈഗ്രെയിൻ അറ്റാക്ക് വന്ന് കിടപ്പിലായതുകൊണ്ട് മരുവളുടെ നഗ്നതാ പ്രദർശനം കാണാണ്ട് വന്നില്ല. ഡോ വർക്കിച്ച, താൻ തന്റെ ആളുകളെ കൊണ്ട് ഇറങ്ങാൻ നോക്ക്. ഞങ്ങൾ ഈ ബന്ധം ഒഴിയാം. കയ്യിലാണ് കേട്ടവനെ. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഉമ്മൻകോശി, ഈ വീട്ടിലെ മരുവൻ, ഒരേ ഒരു മരുമോൻ. ഇത്ര നാറിയ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഡറോയ്, നീ ആളിനെ എത്ര വാങ്ങിച്ചെന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്തേ. അയ്യോ ഉമ്മച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവൾക്ക് ചെറിയൊരു അസുഖമുള്ളൂ, അതിന്റെ. ഇത് ഡോക്ടർ ജോസ്, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ. പറയുന്നത് കെട്ട് കഴിഞ്ഞാൽ അല്ലാതെ ശരിയാവുന്ന. അത് ശരിയാ, കെട്ട് കഴിഞ്ഞാ ചിലപ്പോ അവളുടെ കാമഭ്രാന്ത് മാറും. പക്ഷെ ബാക്കിയുള്ള വട്ടി ഇതുപോലെ തന്നെ നിൽക്കും. അതേ വർക്കിച്ചാ, സമയങ്ങളെന്താ തറങ്ങാൻ നോക്ക്. കൈവിട്ടോ വർക്കിച്ച. അലക്സ് എന്ത് ചെയ്യാൻ ഞങ്ങൾ ചെയ്തേ പറ്റൂ. ദയവ് ചെയ്ത് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ ജീവിതം തകർന്നോട്ടേന്ന്. എവിടെ വർക്കിച്ച, കാശ് മാത്രം ഉണ്ടായ പോരാ, ഒരല്പ അന്തസ്സും കൂടി വേണം. അതിനെ നല്ല തന്തയ്ക്ക് ജനിക്കണം. അയ്യോ അമ്മോ, ഈശോയേ. മോനെ മോനെ എന്റെ മോനെ ഇവിടെ മോനെ മോനെ നിന്നെ കാണാൻ വന്നപ്പോ ഇവന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലാൻ നോക്കിയടാ. ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ അപ്പനാടാ. മേരിക്കുട്ടി ചേട്ടേ, മേരിക്കുട്ടി, മേരിക്കുട്ടി ഒളിച്ചു നിക്കല്ലേ. മേരിക്കുട്ടി ഒന്ന് മാറിയേ. മേരിക്കുട്ടി പറ പ്ലീസ്. എന്റെ നിന്റെ മോനാണ് അവനൊന്ന് പറ മേരിക്കുട്ടി. അവന്റെ അപ്പത്തിനാണ് ഞാനൊന്ന് പറ മേരിക്കുട്ടി. ഇത് നമ്മുടെ പഴയ സേവിറച്ചനല്ലയോ? യു ഗോട്ട് ഇറ്റ്? ഏത്? പണ്ട് മേടയിൽ വെച്ച് നമ്മൾ കൈയോട് പിടിച്ച സേവിയർ. ഇയാളും മേരിക്കുട്ടിയും തമ്മിൽ പല പല കുശുകുശുപ്പുകളും നടന്നതായി കേട്ടിട്ടുണ്ട്. തന്നോട് കൂടി ചോദിച്ചിട്ടല്ലോ ഞാൻ ഈ കുടുംബത്തിൽ പെണ്ണെടുത്ത്. അന്നും താനിത് പറഞ്ഞില്ലല്ലോ. എടോ ഉമ്മച്ച, എല്ലായിടത്തെയും പോലെ എന്റെ വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്റെ കൂടെ വന്ന ഇവരൊക്കെ ഇല്ലേ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാ. പല തന്തയ്ക്ക് പറഞ്ഞ ഒരുത്തനെ കേട്ടിട്ട് ഗതികേടൊന്നേ എന്റെ മോക്കില്ല. ഞങ്ങൾ ഈ ബന്ധം വിടാ.
നിങ്ങൾ പോകരുത് പ്ലീസ്. എന്നാ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ എന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. ദൈവത്തെ ഓർത്ത് എനിക്കൊന്നും എന്നാ കേൾക്കണ്ട. വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട പറഞ്ഞില്ലേ? ഇന്നത്തോടെ തീർന്നു ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം. പിന്നെ ഞാനൊരു സത്യക്രിസ്ത്യാനായോണ്ട് നിങ്ങളുടെ മോളെ ഞാൻ ഉപേക്ഷിക്കണില്ല. ഇനി ഒരു നിമിഷം കൂടി ഞാൻ ഇവിടെ നിന്നാ ചിലപ്പോ ഞാനും നാറും. ലിസേ 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 ഡേ അങ്കിൾ അങ്കിൾ ദാ ലിസി ആന്റി. ലിസേ 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 ഞാനില്ലാത്തപ്പോഴാ ഇത് ഞാൻ എന്റെ ഭാര്യ തമ്മിലുള്ള കാര്യം പറയാൻ ഉമ്മച്ച നിർത്ത്. ലിസി ഇവിടെ കൊണ്ടുവെക്കോ. എനിക്കൊന്നും വേണ്ട ഇനി. ഉമ്മച്ച കുറച്ചു നേരത്തെ സത്യക്രിസ്ത്യാനി ആണെന്നല്ലേ പറഞ്ഞത്? നല്ല സമയത്തും ചീത്ത സമയത്തും ക്രിസ്ത്യൻ ദമ്പതികൾ കൂടെ ഉണ്ടാകുമെന്നല്ലേ അന്യോന്യം പറയാറുള്ളത്? കഞ്ചാവ് വലിച്ച് കിളി പോയി നടക്കണം. തന്നെ പോലെയല്ല ഞാൻ. ഞാൻ ചോര നീരുള്ള ഒരാണാ. എനിക്ക് തന്നാ ഞാനും നോക്കും. വേദന സഹിക്കാൻ കഴിയുന്നവനാണ്, ക്ഷമിക്കാൻ കഴിയുന്നവനാണ്. അല്ലാതെ ഭാര്യ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും തല്ലുന്നവനല്ല. റോഹ, ശരീരത്തിന് അസുഖം വരുന്നത് പോലെ മനസ്സിനും അസുഖം വരും. അത് ചികിത്സിച്ചാൽ മാറുകയും ചെയ്യും. അസുഖം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ലിൻഡയുടെ ഹിസ്റ്ററി ഒട്ട് ശരിയല്ല. എന്റെ റോഹ, പ്യൂബർട്ടി ആയാലുടനെ പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ ഇത് പഴയ കാലമൊന്നല്ലല്ലോ. അപ്പോ ഈ ഹോർമോൺസ് ഒക്കെ വെറുതെ ഇരിക്കുവോ? അതതിന്റെ പണി ചെയ്യില്ലേ? നീ പഠിച്ച ആളല്ലേ, എന്നിട്ടും എന്തിന് എത്ര സില്ലിയായ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്? കമോൺ, ഗ്രോ അപ്പ് മാൻ. വർക്കിച്ചാ, എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ആരെയും വിധിക്കരുതെന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? മറ്റുള്ളവരെ വിധിക്കാൻ നമ്മളാരാ? പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കല്ലെറിയട്ടെ.
There